ആദ്യം പറയാനായിട്ട് എനിക്ക് പ്രേരണയുള്ള ഒരു വാക്യം കർത്താവായ യേശു പറഞ്ഞൊരു പ്രയോഗമാണ്. മത്തായി സുവിശേഷത്തിൽ യേശു ദൈവരാജ്യം ഒക്കെ വിശദീകരിച്ച് വരുമ്പോൾ പറഞ്ഞു, ഒരു നിലനിൽക്കുന്ന മനുഷ്യൻ എന്ന് പറയുന്നത് ആഴക്കുഴിച്ച് പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാണ് സാക്ഷാൽ ആത്മീകരായ ദൈവമക്കൾ. പറഞ്ഞതിൻ്റെ അർത്ഥം അവിടെ പറഞ്ഞിരിക്കുന്ന വിശദീകരണം അനുസരിച്ച് പ്രതികൂലങ്ങൾ ഏത് സമയത്തും ഉണ്ടാവാം. ഈ ലോകം എല്ലാം നല്ലതല്ല. ലോകത്തിൽ നല്ലതുമുണ്ട്, തിന്മയുണ്ട്, സുഖമുണ്ട്, ദുഃഖമുണ്ട്. അപ്പം അങ്ങനെ എന്തെല്ലാം പ്രതികൂലങ്ങൾ വന്നാലും ഒരു കാരണവശാലും കുലുക്കാൻ പറ്റാത്ത നിൽപ്പുള്ള ഒരു മണ്ഡലമാണ് സത്യവിശ്വാസിയുടെ മണ്ഡലം. പൗലോസ് റോമാലേഖനത്തിൽ പറയുന്ന പോലെ എൻ്റെ 8-ാം അധ്യായത്തിൽ അതിന് 35 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ പറയുമ്പോൾ എന്തോന്നെല്ലാം സംഭവിച്ചാലും, അതിനെയും പട്ടിണിയായിക്കോട്ടെ, വസ്ത്രമില്ലാത്തൊരു സ്ഥിതിയാവട്ടെ, എന്തെല്ലാം കഷ്ടങ്ങളാകട്ടെ, എന്തോ വന്നാലും ഞങ്ങളെ ഈ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് വേർതിരിക്കാൻ ഒന്നിനും കഴിയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. അപ്പം അതാണ് സാക്ഷാലുള്ള ആത്മീയ ജീവിതം. ആ ആത്മീയ ജീവിതത്തിന് സന്തോഷമുണ്ട്, വലിയ വലിയ അനുഭവങ്ങളുണ്ട്, എല്ലാം ഉണ്ട്, വേണം. ഞങ്ങളിപ്പോൾ ഒരു യാത്ര കഴിഞ്ഞിട്ട് വന്നതാണ്. കുറച്ച് ദിവസത്തേക്ക് ഒരു യാത്രയ്ക്ക് പോയിരുന്നു. ഒരു 4 ദിവസത്തെ ഒരു മീറ്റിങ്ങും പിന്നെ സ്വല്പം അതിൻ്റെ കൂടെ സ്വല്പം കാര്യങ്ങളുണ്ട്. ഞങ്ങളത് മീറ്റിംഗ് സംബന്ധിക്കാൻ പോയാൽ പ്രസംഗിക്കാനൊന്നും പോയല്ല. പക്ഷെ അവിടെ ഇരുന്നപ്പോൾ ഞങ്ങൾ പലപ്പോഴും തോന്നിയത് സ്വർഗത്തിലിരിക്കുന്ന പോലെ തോന്നി. തനി സ്വർഗത്തിൻ്റെ പ്രതീതി. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുന്നത്, ലോകത്തിൻ്റെ ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് മനുഷ്യർ വന്നിരുന്നു, ഒത്തിരി രാജ്യങ്ങളിൽ. അപ്പോൾ അവരിൽ കുറേ ആളുകൾ അവരുടെ സാക്ഷ്യവും അവരുടെ രാജ്യത്ത് നടക്കുന്ന ദൈവപ്രവൃത്തിയെക്കുറിച്ചൊക്കെ റിപ്പോർട്ട് പറയുമായിരുന്നു. അപ്പം അവർ പറയുന്നത് കേട്ട് ഒരുപാട് സംഗതികൾ ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് മനുഷ്യർ വിശ്വാസത്തിലേക്ക് വരുന്നു. അങ്ങനെ വലിയ വലിയ സംഭവങ്ങൾ വാസ്തവത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ വേദപുസ്തകത്തിൽ പറയുന്ന പോലെ സകല ജാതികളിൽ നിന്നും ഭാഷകളിൽ നിന്നും വംശങ്ങളിൽ നിന്നും ഗോത്രങ്ങളിൽ നിന്നുമുള്ള അനേകം മനുഷ്യർ വന്ന് ഒന്നിച്ച് കാണുക. പ്രത്യേകിച്ച് സമയത്ത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടക്കുന്ന സമയമാണ്. ഞങ്ങൾ ഇവിടുന്ന് പോയതിന് ശേഷമാണ് യുദ്ധം തുടങ്ങിയത്. ആ യുദ്ധം മൂത്ത് നിൽക്കുമ്പോഴാണ് പാകിസ്ഥാൻ വിശ്വാസികൾ അവിടെയുണ്ട്, ഇന്ത്യക്കാർ ഞങ്ങളും ഒരു 10-15 പേര് അവിടെയുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരേ വേദിയിൽ ഒന്നിച്ചു വരുന്നു. ഞാനൊരു പ്രസൻറ്റേഷൻ നടത്തി കഴിഞ്ഞ് വെച്ച ഉടനെ അടുത്ത പ്രസൻറ്റേഷൻ നടത്തേണ്ട ആൾ പാകിസ്ഥാൻകാരനാണ്. അപ്പം ഇങ്ങനെ ഈ ഭൂമിയിൽ ഈ പ്രശ്നങ്ങളും യുദ്ധങ്ങളും എല്ലാം പരസ്പരം നടക്കുന്ന സമയത്തും ദൈവമക്കൾക്ക് ഒന്നിച്ചു വന്ന് കൊഴയാൻ പറ്റിയ ഒരു വലിയ സമയം. എന്ന് മാത്രമല്ല, അവിടെ ആരാധന നടക്കുന്നു, ഭയങ്കര ആരാധന തനി അതങ്ങ് പിന്നെ സ്വർഗമണ്ഡലം ഉണ്ടാക്കുന്നൊരു ആരാധനയായിരുന്നു. അതൊന്ന് കാണേണ്ടതാണ്. പക്ഷേ കാണാൻ വേറെ മാർഗ്ഗമൊന്നുമില്ല. ഇവിടെ പോകുകയല്ലാതെ വേറെ മാർഗ്ഗമില്ല. ഫോട്ടോ എടുക്കാൻ സമ്മതിക്കുകയില്ല, വീഡിയോ എടുക്കാൻ അനുവദിക്കുകയില്ല, അവരത് ബ്രോഡ്കാസ്റ്റ് ചെയ്യത്തുമില്ല. അപ്പോൾ ആ മുറിക്കകത്ത് മാത്രമുള്ളൊരു
ഒരു സംവിധാനമാണത്. ഞങ്ങൾ പോയത് ഈ ഉണർവൊക്കെ കാണുന്നുള്ളത് സൗത്ത് കൊറിയയിലാണ്. കുറേ കൊറിയക്കാരുടെ ഒരു കൂട്ടവും ലോകത്തിൽ നിന്ന് ഒന്നുകൂടിയ ആളുകളുടെ കൂട്ടമാണ്. അപ്പോൾ അങ്ങനെ വലിയ വലിയ കാര്യങ്ങൾ ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇറാനി എന്ന് കുറേ പേരുണ്ടായിരുന്നു. നമ്മുടെ എല്ലാ രാജ്യങ്ങളിൽ നിന്നും, മിക്ക രാജ്യങ്ങളും, മിക്ക രാജ്യങ്ങളും ഉണ്ടായി. ഇറാനിൽ വലിയ ഉണർവാണ് കാണുന്നത്. ഒരു ജനസംഖ്യയുടെ ഏതാണ്ട് 19% ആ റേറ്റിൽ ഇറാനിൽ വിശ്വാസത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇറാൻ മുസ്ലിം രാജ്യമാണെന്നറിയാമല്ലോ. ഇസ്ലാം മതത്തിൽ ആളുകൾ മടുത്തിട്ട് യേശുവിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ലോകത്തിൽ വലിയ വലിയ ദൈവപ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. യേശുവിൻ്റെ വരവെടുത്തു. അപ്പോൾ യേശുവിൻ്റെ വരവെടുക്കുമ്പോൾ സകല ജാതികളിലും സുവിശേഷം പോകണം, എല്ലാ ഗോത്രത്തിൽ നിന്നും ക്രിസ്തുവിനെ സേവിക്കാൻ ആൾ വേണം. അങ്ങനെ വലിയ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളും ഇതൊക്കെ അറിയണം. ഇന്ത്യയിലും ദൈവപ്രവൃത്തി പല പല ദേശങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എതിർപ്പുകളും തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിലും വലിയ ദൈവമഹത്വം പലയിടത്തും വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മളും വിശ്വാസത്തിൽ നല്ല തൻ്റെ ഇടത്തോടെ സ്ഥിരമായിട്ട് മുമ്പോട്ട് പോകേണ്ടതാണ്. അതുകൊണ്ടൊരു ഇച്ചിരി കാര്യം, ഇച്ചിരി ആഴമുള്ള കാര്യം ഒന്ന് പറയാൻ പോകും. വലിയ വികാരത്തിൻ്റെ കാര്യമല്ല ഇന്നിപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്. പക്ഷെ അത് വികാരമൊക്കെ ഉണ്ടാക്കണം. അതിൽ നിന്ന് വികാരം ഉളവായി വരണം. അകത്ത് വീഴുന്ന വിത്ത് കൊണ്ട് ഉണ്ടാകുന്ന ചില കാര്യം. ഓൾറൈറ്റ്. പ്രധാനമായിട്ടും പറയാനുള്ള ഒരു വാക്യം ഒന്ന് വായിച്ചിട്ട് ബാക്കി കാര്യം പറയാം. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 5 മുതൽ ഉള്ള ചില വാക്യങ്ങൾ ഒന്ന് വായിക്കാം. ഫിലിപ്പി ലേഖനം ആമേൻ. ദൈവം ഈ വചനങ്ങളിലൂടെ നമ്മോട് സംസാരിക്കട്ടെ. നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കി ദൈവത്തിനായിട്ട് കാത്തിരിക്കാം. ആദ്യത്തെ പ്രയോഗം വായിച്ചാൽ, ആദ്യത്തെ പ്രയോഗം ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. തൽക്കാലം ആ വാക്യത്തെ ഒത്തിരി വിശദീകരിക്കുന്നില്ല, പക്ഷേ ഒരാശയം മാത്രം. ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ഈ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആത്യന്തികമായ ഉദ്ദേശത്തെ സംബന്ധിച്ച് വേദപുസ്തകം പറയുന്ന കാര്യം ഒത്തിരി വാക്യങ്ങളുണ്ട് അതിനെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ. എഫേസ് ലേഖനത്തിൽ ഈ വാക്യത്തിലേക്ക് പിന്നെ വരാം. എന്നാലും പ്രധാന ചിന്ത എന്താണെന്ന് പറയാൻ വേണ്ടിയ വാക്യം ആദ്യം ഒന്ന് വായിച്ചാണ്. വാക്യത്തിലേക്ക് തിരിച്ചു വരും. എഫേസ് ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 11 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ സഭ എന്തിനാണ്, ശുശ്രൂഷ എന്താണ്, എന്തിനാണ് എന്ന് പറയുന്ന വേദഭാഗമാണ്. 4-ന്റെ
11 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. അതിനകത്ത് ചില വാക്യങ്ങൾ മാത്രമേ ഞാൻ ഇപ്പോൾ എടുത്തു പറയുള്ളൂ. ആ പ്രധാന ചിന്ത പറയാൻ വേണ്ടിയാണ്. അവിടെ വായിക്കുന്നത് അവൻ അല്ലെങ്കിൽ ക്രിസ്തു ചിലരെ അപ്പൊസ്തലന്മാരായി, ചിലരെ പ്രവാചകന്മാരായി, ചിലരെ സുവിശേഷകന്മാരായി, ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നത് സഭയിലെ കാര്യമാണല്ലോ. സഭയിൽ ദൈവം ഇങ്ങനെ ആളുകളെ നിയമിച്ചിരിക്കുന്നത്. അവർ ശുശ്രൂഷകരാണല്ലോ. അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷകന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ സഭയുടെ ശുശ്രൂഷകരാണ്. അടുത്ത വാക്യം, അതെന്തിനാണ്? അത് നാം എല്ലാവരും, നോക്കിക്കോളാം, നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവും പ്രാപിക്കുവോളം, അത്രയെത്താൻ വേണ്ടി ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന് എത്രയും പ്രായമുണ്ടോ അത്രയും പ്രായം, വയസ്സെന്ന അർത്ഥത്തിലല്ല, സമ്പൂർണത, ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവ് പ്രാപിക്കുവോളം. ആര്? നാം എല്ലാവരും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്വത്തിനുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീക വർധനയ്ക്കും ആവും. ശുശ്രൂഷ, സഭയുടെ ശുശ്രൂഷകൾ എല്ലാവരും വളർന്ന് ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവ് പ്രാപിച്ച് അങ്ങനെ ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയെ വിശദീകരിച്ചിരിക്കുന്ന സാദൃശ്യമാണ് ക്രിസ്തുവിൻ്റെ ശരീരം. അതിൻ്റെ ആത്മീക വർധനയ്ക്ക് വേണ്ടിയാണ് സഭയും ശുശ്രൂഷയും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ കേട്ട സാക്ഷ്യം പോലെയൊക്കെല്ലാം പെന്തക്കോസ്തുകാർ വേദപുസ്തകം പറയുന്നത് പോലെ അത്ഭുതങ്ങളിലും അടയാളങ്ങളിലും വിശ്വസിക്കുന്നവരാണ്. സഭയിൽ അത്ഭുതവും അടയാളം നടക്കണം എന്നാണ് നമ്മുടെ വിശ്വാസം. അല്ലാതെ ഒരു ക്രിസ്തീയ സംഘം എന്ന നിലയിൽ കൂട്ടായ്മയ്ക്കും പ്രാർത്ഥനയ്ക്കും യോഗങ്ങൾക്കും വേണ്ടി വന്നാൽ മാത്രം പോരാ. അതുകൊണ്ട് പക്ഷെ അതിനകത്ത് നിരന്തരമായി അത്ഭുതങ്ങൾ നടക്കണം. അത്ഭുതങ്ങളുണ്ടെങ്കിലേ ഈ പുറം ലോകത്തിന് ദൈവത്തെ മനസ്സിലാക്കാനുള്ള സൗകര്യം ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ എല്ലാവരും ഇപ്പോൾ വചനം കേട്ട് വിശ്വസിച്ചല്ല ആദ്യ വിശ്വാസത്തിലേക്ക് വരുന്നത്. എവിടെയോ പ്രതിസന്ധി ഉണ്ടായി, പ്രശ്നങ്ങളുണ്ടായി, വിടുതലിന് വേറെ എങ്ങും ഒരു മാർഗമില്ല എന്ന് കാണുമ്പോൾ ആളുകളിങ്ങനെ പുണ്യ സ്ഥലങ്ങളിൽ പോവും, അങ്ങനെ ഒരുപാട് സ്ഥലത്ത് പോകും. എന്നാലും നമ്മുടെ ഇടയിൽ അതിന് പരിഹാരമുണ്ട് എന്ന് കണ്ടാൽ അവിടേക്ക് ആളുകൾ വരും. അപ്പം അതിന് പരിഹാരം ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് വലിയ ആകർഷണീയതയൊന്നും ഇല്ല. ഒന്നുകൂടെ പറഞ്ഞു, വലിയ ആകർഷണീയതയൊന്നും ഇല്ല എന്ന് ഞാൻ പറഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ നമ്മൾ തിരുവനന്തപുരം പട്ടണത്തിലൂടെ ജീവിക്കുന്നു. ഇവിടെ ഈ പാളയത്ത് ജംഗ്ഷനിലുള്ളത് വലിയ കത്തോലിക്ക പള്ളിയാണ്, തല ഉയർത്തിയിരിക്കുന്നു. തിരുവനന്തപുരം തലസ്ഥാന നഗരിയുടെ കേന്ദ്രഭാഗത്ത് ആ പള്ളി നമ്മുടെ പള്ളിയുമായിട്ട് തുലനം ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. അതുമാത്രമോ, ലോകത്തിൽ എവിടെയോ ചെല്ലൂ, മുട്ടും പട്ടികളിലോ ഉണ്ടാക്കിയിരിക്കുന്നത്. ഓർത്തഡോക്സുകാർക്ക് അങ്ങനെയുള്ള പള്ളിയല്ലേ ഉള്ളത്? പല മാർത്തോമ പള്ളികളിലും വലിയ പള്ളികളല്ലേ, വലിയ CSI പള്ളികളല്ലേ? ഇതുപോലെ നമുക്കുണ്ടോ? ഇല്ലല്ലോ. ഇഷ്ടം പോലെ സ്ഥാപനങ്ങളല്ലേ അവരുണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ ഒന്നുകൂടെ പറയാണ്, നിങ്ങൾ ലോകത്തിൻ്റെ ഏത് കോണിലോ പോകൂ, പട്ടണത്തിൻ്റെ കേന്ദ്രഭാഗത്തിൻ്റെ സ്ഥാപനങ്ങൾ ഓരോ ക്രിസ്തീയ സഭയുടെയാണ്.
ലോകത്തിലെവിടെ പോയാലും, ഇന്ത്യയിൽ എവിടെ പോയാലും. അപ്പം അങ്ങനെ ആകർഷണീയമായ ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് ഉണ്ട്. സ്ഥാപനങ്ങളുണ്ട്, സ്കൂളുണ്ട്, കോളേജുണ്ട്, ഹോസ്പിറ്റൽസ് ഉണ്ട്, എന്ന് വേണ്ട എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഇതൊന്നും നമുക്ക് ഇല്ല. നമുക്ക് വാസ്തവത്തിൽ ഉണ്ട് എന്ന് പറയുന്നത് ഉണ്ടായിരിക്കേണ്ടത്, എല്ലായിടത്തും ഇല്ല, ഉണ്ടായിരിക്കേണ്ടത് ഈ പറഞ്ഞ ദൈവശക്തിയിലുള്ള പ്രകടനങ്ങളാണ്, അത്ഭുതങ്ങളാണ്, അടയാളങ്ങളാണ്. ഈ കഴിഞ്ഞിടയ്ക്ക് നമ്മുടെ ഒരു മീറ്റിംഗ് നടന്നപ്പോൾ അവിടെ പ്രസംഗിക്കാൻ വന്നൊരാൾ പറഞ്ഞ ഒരു സാക്ഷ്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ സാക്ഷ്യമല്ല, അദ്ദേഹം കേട്ട ഒരു സാക്ഷ്യമാണ്. നമ്മുടെ രാജ്യത്തിലെ വളരെ ഉന്നതനായ ഒരു രാഷ്ട്രീയ നേതാവ്, സുവിശേഷ വിരോധി, ഭയങ്കര കൂടിയ നേതാവാണ്. അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ വീട്ടിൽ ഒരു മോള് ഭയങ്കര രോഗി, ഭയങ്കര പ്രശ്നം, ഭൂതബാധയാണ്, ഭയങ്കര പ്രശ്നം. എവിടെല്ലാം കൊണ്ടുപോയിട്ടും ഒരു പരിഹാരവും ഇല്ല. ആശുപത്രി കൊണ്ടുപോകുന്നു, ജ്യോത്സ്യന്മാരേക്ക് കൊണ്ടുപോകുന്നു, സകല അമ്പലങ്ങളിലും കൊണ്ടുപോകുന്നു, എങ്ങും കൊണ്ടുപോയിട്ട് ഒരു പരിഹാരവും ഇല്ല. അവസാനം ഒരു ദിവസം തൻ്റെ ഒരു സെക്യൂരിറ്റി ഗാർഡ് അദ്ദേഹത്തോട് പറഞ്ഞു, ഒരു കാര്യം ഒന്ന് ചെയ്യാമോ? അദ്ദേഹം പറഞ്ഞു, പറ, എവിടെ വേണേ കൊണ്ടുപോയി, എന്തു വേണേ ചെയ്യാം. അപ്പം ഈ സെക്യൂരിറ്റിക്കാരൻ പറഞ്ഞു, എങ്ങും കൊണ്ടുപോകണ്ട, എന്നെ ആ വീട്ടിലൊന്ന് ചെല്ലാനൊന്ന് അനുവദിക്കണം. ശരി, സമ്മതിച്ചു, കൊണ്ടുപോയി. ഇദ്ദേഹം ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റിലെ ഒരു പെന്തക്കോസ്തുകാരനാണ് ഈ സെക്യൂരിറ്റിക്കാരൻ. താൻ അങ്ങോട്ട് ചെന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന പ്രാർത്ഥിച്ചു. അപ്പോഴേ സുഖമായി. പറഞ്ഞല്ലോ, രാജ്യത്തെ ഒന്നാം തരം സുവിശേഷ വിരോധി, ഈ മാർഗത്തിൻ്റെ പേര് കേൾക്കുന്ന ഇഷ്ടമില്ലാത്ത ആൾ, പക്ഷേ യേശുവിൻ്റെ നാമത്തിൽ ശക്തിയുണ്ടെന്ന് തൻ്റെ വീട്ടിൽ യോഗം നടത്താൻ പറ്റില്ലല്ലോ, വെളിപ്പെട്ട സംഭവം ഈ രാജ്യത്തുണ്ടായത്. ഇതിവിടെ നിരന്തരം നടക്കുന്ന സംഭവങ്ങളാണ്. നമ്മുടെ ഈ ഇവിടെ കേരളം കുറച്ച് ഉറങ്ങിയൊക്കെ ഇരിക്കുന്നെങ്കിലും ഇന്ത്യയിലിങ്ങനെ വ്യാപകമായി ദൈവത്തിൻ്റെ പ്രവൃത്തി നടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള അത്ഭുതങ്ങളാണ് വാസ്തവത്തിൽ ആളുകളെ പുറത്തു നിന്ന് ആകർഷിക്കുന്നത്. അത് വേണം, നിർബന്ധമായിട്ടും അത് വേണം. എന്നാൽ അത് മാത്രമല്ല ആത്മീയ ജീവിതം. ആത്മീയ ജീവിതത്തിന് ഈ പറഞ്ഞതുപോലെ ആത്മീയ വർധന ഉണ്ടാവണം. ആ ആത്മീയ വർധനയുടെ മാനദണ്ഡമാണ് പറഞ്ഞിരിക്കുന്നത്, തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവ് പ്രാപിക്കണം. ഞാൻ ഒന്നുകൂടെ പറയാണ് ലളിത ഭാഷയിൽ, ക്രിസ്തു എത്രയും വളർന്നുവോ അത്രയും വളരണം. അടുത്ത വാക്യം, അതോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും കമ്പ്യൂട്ടറിൻ്റെ അവിടെ ആളില്ല, അല്ലേ? ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീയ വർധനയ്ക്കും ആവുന്നു. പിന്നെ അതായത് ഈ വചനം പറയുമ്പോൾ ഓരോരുത്തരും അവരവർക്ക് തോന്നുന്ന പോലെ പറയും. വായിക്കുമ്പോൾ അവർക്കെന്താ മനസ്സിലാകുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ചങ്ങ് പറയും. അല്ലാതെ ഈ വചനത്തിൻ്റെ കൃത്യ അർത്ഥം മനസ്സിലാക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു പണി അല്ല. മനസ്സിലാക്കണമെങ്കിൽ ഈ പുസ്തകം നല്ല പോലെ പഠിക്കണം, ആദ്യം മുതൽ അവസാനം വരെ പഠിക്കണം. അല്ല ഒരു വേദഭാഗം എടുത്ത് മാത്രം പറഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവില്ല. ഈ മൊത്തം ആശയങ്ങൾ മനസ്സിലാക്കിയ ഒരാൾക്ക് മാത്രമേ ഈ കാര്യങ്ങളുടെ പൂർണ്ണ ഒരു ആശയം കിട്ടുള്ളൂ. അങ്ങനെ വേണമെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഓരോരുത്തർ ഓരോന്ന് പ്രസംഗിക്കും. അങ്ങനെ പ്രസംഗിക്കുമ്പോൾ അതും ശരി ഇതും ശരിയെന്ന് തോന്നും.
അതുണ്ടല്ലോ ഒരുപാട് പേര് ടി വിയിൽ സ്ഥിരം പ്രസംഗക്കേടാണ്, സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പ്രസംഗം എപ്പോഴും വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അവരെന്തെല്ലാമോ പ്രസംഗിക്കും. അപ്പോൾ കേൾക്കുമ്പോൾ ഇന്ന് ആളുകൾ പ്രധാനമായിട്ടും ഇതൊക്കെ ശ്രദ്ധിച്ചാണല്ലോ പള്ളി വരണ്ട എന്നൊരു ചിന്തയുള്ളൊരു കാലത്തെത്തിയിരിക്കുന്നൊരു കാലമാണിന്ന്. പ്രത്യേകിച്ച് കൊറോണ കഴിഞ്ഞപ്പോഴത്തേക്ക് പള്ളിയിൽ പോയില്ലെങ്കിലും വീട്ടിൽ ഇരുന്നുകൊണ്ട് സഭായോഗം കൂടാമെന്നൊരു സ്ഥിതി വന്നു. ഇപ്പോഴും ആ സ്ഥിതിയിലിരിക്കുന്ന കുറേ ആളുകൾ ഉണ്ട്. അപ്പോൾ അത് ഒരു പ്രധാന പ്രശ്നമായിരിക്കുന്നത്. ഞാൻ കേട്ടിടത്തോളം ഒരു വലിയ പങ്ക് ചെറുപ്പക്കാർ ഇപ്പോൾ പള്ളിയിൽ പോകുന്നില്ല, ലോകവ്യാപകമായി വലിയ പങ്ക്. ഞാൻ വലിയ ഉണർവ് നടന്ന ദേശത്തെക്കുറിച്ച് കേട്ടത് 3% ചെറുപ്പക്കാരെ പള്ളിയിൽ പോകുന്നുള്ളതാണ്. അങ്ങനെ വലിയ ഒരു ആത്മീക തകർച്ച, ഒരു ഡിക്ലൈൻ സംഭവിച്ചിരിക്കുന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ ഉപദേശത്തിൻ്റെ ഓരോ കാറ്റിനാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിപ്പോകാതെ പിന്നെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് അപ്പോൾ ഉപദേശം കൃത്യമായിട്ട് അറിയുന്നു എന്നല്ലേ. ഉപദേശത്തിൻ്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുടലാതെ കൃത്യം ഉപദേശം അറിയുന്ന ആളുകളായിരിക്കണം. എന്നിട്ട് അവസാനം പറഞ്ഞിരിക്കുന്ന ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാവും. നീ ലളിതമായിട്ടൊക്കെ പറഞ്ഞാൽ മനുഷ്യരെല്ലാവരും യേശുവിനെ പോലായിത്തീരണം എന്നുള്ളതാണ് ദൈവം വെച്ചിരിക്കുന്ന ക്രമം. അതാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം. മനുഷ്യരെല്ലാവരും യേശുവിനെ പോലായിത്തീരണം. അത് ഈ ഒരു വാക്യം മാത്രമല്ല, ഏറെക്കുറെ ധാരാളം വാക്യങ്ങൾ ഇതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. എഫേസ്യർ 3:19 എന്താണ് വായിക്കുന്നത്? ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരണം. അതിന് കൂടുതൽ വിശദീകരണം ആവശ്യമില്ലല്ലോ. ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരണം. ദൈവം എന്തെന്നെല്ലാം നിറവുണ്ടാക്കി വെച്ചിട്ടുണ്ടോ അതെല്ലാം അങ്ങ് പ്രാപിക്കണം എന്ന്. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം. 1 യോഹന്നാൻ അവൻ നടന്നതുപോലെ നടക്കണ്ടെന്ന് വെച്ചാൽ യേശു അങ്ങനെ ജീവിച്ചോ അതുപോലെ ജീവിക്കണമെന്ന്. അവിടെ വാക്യം പറയുന്നത്. ഇനിയും മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 48-ാം വാക്യം കൂടെ വായിച്ചാലോ? ആ വാക്യം, സ്വർഗീയ പിതാവ് ദൈവം സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണർ ആണ്. ദൈവം സൽഗുണപൂർണനായിരിക്കുന്ന പോലെ, സർവഗുണങ്ങളും തികഞ്ഞിരിക്കുന്ന പോലെ നിങ്ങളും സൽഗുണപൂർണർ ആകുകയും. അപ്പോൾ ഒരു വലിയ തികവിൻ്റെ ഒരു പ്രസ്താവനയാണത്. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ ശുശ്രൂഷയുടെ ലക്ഷ്യം പറയും. കൊലോസ്യർ 1:28 ഏത് അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ നോക്കൂ, ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന്, ടു പ്രസന്റ് എവ്രി മാൻ പെർഫെക്റ്റ് ഇൻ ജീസസ് ക്രൈസ്റ്റ്. പെർഫെക്റ്റ്, ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തണം. മുമ്പ് പറഞ്ഞ വാക്യം ഒരിക്കൽ കൂടെ ഉദ്ധരിക്കുന്നത് പൗലോസ് പറഞ്ഞ പോലെ, അഖിലാണ്ടത്തിൽ എന്തോ സംഭവിച്ചാലും ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ നിന്നും നിലവാരത്തിൽ നിന്നും ഞങ്ങളെ പിന്തിരിപ്പിക്കാൻ ഒരു ശക്തിക്കും സാധിക്കില്ല. അതായിരിക്കണം നിലവാരം. അപ്പം അതിനുള്ള മാർഗം എന്താണ് എന്നുള്ളതിന് വേറൊരു വാക്യം കൂടെ നോക്കിയിട്ട് നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് വരാം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാം വാക്യം.
എന്താണ് ആ വാക്യത്തിൻ്റെ അർത്ഥം? വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു എന്ന് പറഞ്ഞാൽ ആ വചനം ആരാണ്? യേശു. 1-ാം അധ്യായത്തിൻ്റെ 1, 2 വാക്യം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. പിന്നെ അവൻ മുഖാന്തരം സകലവും ഉളവാക്കി, അവനെ കൂടാതെ ഒന്നും ഉളവായിട്ടില്ല. സകലത്തെയും സൃഷ്ടിച്ച വചനം, 14-ാം വാക്യം, ജഡമായി തീർന്നു. ആ വചനം ശരീരമെടുത്ത് നമ്മുടെ ഇടയിൽ വന്നു എന്ന് പറഞ്ഞാൽ, വചനം എന്ന് പറയുന്നതിന് ഞാൻ പറയുന്ന ഒരു വിശദീകരണം, ഇപ്പം നമ്മൾ വർത്തമാനം പറയുന്നത് നമ്മുടെ മനസ്സിനെ പ്രകടിപ്പിക്കുന്നതാണ് വർത്തമാനം. നമ്മുടെ ചിന്ത എന്താണെന്ന് നമ്മൾ വായി കൊണ്ട് പറയും. ഇറ്റ് ഈസ് ദി എക്സ്പ്രഷൻ ഓഫ് അവർ മൈൻഡ്. നമ്മുടെ വേർഡ്സ്, എക്സ്പ്രഷൻ ഓഫ് അവർ മൈൻഡ്. അപ്പം നമ്മുടെ മനസ്സിൻ്റെ വാക്ക് അങ്ങനെയാണെങ്കിൽ, ദൈവത്തിൻ്റെ വചനം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മനസ്സിൻ്റെ പ്രകടനമാണ്. ദൈവത്തിൻ്റെ മനസ്സെന്താണെന്ന് പറയുക, ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് പറയുക. ആ ദൈവത്തിൻ്റെ ഇഷ്ടം മൊത്തം ശരീരരൂപത്തിൽ നമ്മുടെ ഇരിക്കെ വന്നു. ദൈവത്തിൻ്റെ വചനം അതുപോലെ ജീവിച്ച ഒരുത്തൻ വന്നു. എല്ലാം ഒന്നിലും കുറവില്ലാതെ എല്ലാം അതുപോലെ ജീവിച്ച ഒരുത്തൻ നമ്മൾ കാണാൻ വേണ്ടി, നമ്മൾ പിൻപറ്റാൻ വേണ്ടി ലോകത്തിൽ വന്നു. അതാണ് യേശു. യേശുവിനെ സംബന്ധിച്ച് പെട്ടെന്ന് നമുക്കുണ്ടാകുന്ന ധാരണ, അവിടുന്ന് ദൈവം. നിശ്ചയമായിട്ടും അവിടുന്ന് ദൈവമാണ്. അപ്പം അവിടുത്തെ ദൈവമായതുകൊണ്ട് അവിടുന്ന് വലിയ ഉയർന്ന നിലവാരത്തിൽ, മാനദണ്ഡത്തിൽ ജീവിച്ചു. നിലവാരം വെച്ചാൽ വലിയ ആളായിട്ട് ജീവിച്ചു എന്നല്ലേ പറഞ്ഞതിൻ്റെ അർത്ഥം. ആ സാൻമാർഗിക ധാർമ്മിക നിലവാരം വളരെ വളരെ ഉന്നതമാണ്. ഒരു തെറ്റുമില്ലാത്തതാണ്, ഒരു കുറ്റമില്ലാത്തതാണ്, ഒരു പാപമില്ലാത്തതാണ്. അപ്പം അങ്ങനെയുള്ള ആ ജീവിതം യേശുവിന് പറ്റും, മനുഷ്യർക്ക് പറ്റില്ല എന്നാണ് നമ്മുടെ സാധാരണയുള്ള ധാരണ. എന്നാൽ നമ്മൾ ശരിക്കും യേശുവിനെ നോക്കൂ. യേശുവിനെ നോക്കിയാൽ അവിടുന്ന് ഭൂമിയിൽ ജീവിച്ച കാലത്ത് അവിടുന്ന് ദൈവമാണ് എന്ന് പൊതുജനം മൊത്തം മനസ്സിലാക്കിയോ? പൊതുജനം കണ്ടവരെല്ലാം പറഞ്ഞോ ദൈവം പോകുന്നു എന്ന്? പിന്നെന്താണ് പറഞ്ഞത്? മറിയയുടെ മോൻ, യോസഫിൻ്റെ മോൻ, തച്ചൻ, ദൈവദൂഷകൻ, ഇങ്ങനൊക്കെയല്ലേ നാട്ടുകാർ പറഞ്ഞത്? അല്ല, കണ്ടവരെല്ലാം അവിടുന്ന് ദൈവമാണെന്ന് തിരിച്ചറിഞ്ഞോ? അവിടുത്തെ വലിപ്പം തിരിച്ചറിഞ്ഞോ? ഇല്ലല്ലോ. കാരണം അങ്ങനെ തിരിച്ചറിയത്തക്ക ഒരു ജീവിത ശൈലിയിലല്ല യേശു ജീവിച്ചത്. ഭൂമിയിലെ ഏറ്റവും ലളിതനായ ഒരു മനുഷ്യൻ, എല്ലാം കൊണ്ടും ഏറ്റവും ലളിതനായൊരു മനുഷ്യൻ. തൻ്റെ ശക്തി ശുശ്രൂഷയിലൂടെ പ്രകടമായി എന്നുള്ള സത്യമാണെങ്കിലും തൻ്റെ ആവശ്യത്തിന് വേണ്ടി തൻ്റെ ശക്തി ഒരിക്കൽ പോലും പ്രകടിപ്പിച്ചില്ല. ഒരിക്കൽ പോലും. വിശന്നു, അത്ഭുതം ചെയ്ത് ആഹാരം ഉണ്ടാക്കിയോ? പൊതുജനത്തിന് കൊടുക്കാൻ വേണ്ടി അത്ഭുതം ചെയ്തു. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു പൊതുജനത്തിന് വേണ്ടി. തനിക്ക് വിശന്നപ്പോഴോ? ഒന്നും ചെയ്തില്ല, ഒരത്ഭുതവും ചെയ്തില്ല. തന്നെ പിടിക്കാൻ പോലീസുകാർ വന്നു, പട്ടാളം വന്നു അറസ്റ്റ് ചെയ്യാൻ. അവിടുന്ന് പറഞ്ഞു, എനിക്ക് വേണമെങ്കിൽ 12 ബറ്റാലിയൻ ദൂതന്മാരെ ഇപ്പോൾ വേണമെങ്കിൽ വിളിക്കാം. ഒരു ദൂതൻ വന്നാൽ ഒരു ദിവസം അസീറിയൻ സൈന്യത്തെ മൊത്തം കൂടാണ് ഒറ്റ രാത്രി കൊണ്ട് തീർത്തത്, ഒറ്റ ദൂതൻ വന്നപ്പോൾ. അങ്ങനെയാണെങ്കിൽ 12 ബറ്റാലിയൻ പട്ടാളം ഇങ്ങോട്ട് ഇറങ്ങിയാൽ എന്തായിരിക്കും സ്ഥിതി? എന്നിട്ട് സമ്മതിച്ചു കൊടുക്കാതെ അവർ പിടിക്കാനും അടിക്കാനും കെട്ടാനും ഉപദ്രവിക്കാനും തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. അഗതിയെപ്പോലെ
സഹായിക്കാൻ ആരുമില്ലാത്തവനെ പോലെ. അവസാനം നിലവിളിച്ച നിലവിളി ഓർമ്മയുണ്ടോ? എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ. അത് കേട്ടാൽ കേൾക്കുന്ന ആരും എന്തു പറയും? അവൻ വലിയ ആളാണെന്ന് പറഞ്ഞു നടന്നു, ഇവൻ ദൈവമാണെന്നും പറഞ്ഞു നടന്നു, ദൈവത്തിൻ്റെ ആളാണെന്നും പറഞ്ഞു നടന്നു. ഇപ്പൊ ദൈവവും കൈവിട്ടു എന്ന് അവൻ തന്നെ പറയുന്നില്ലേ? അതിൽ പരം താഴ്ചയുടെയും അപമാനത്തിൻ്റെയും ഒരു സ്ഥിതി ലോകത്തിൽ വേറെ ഉണ്ടോ? ഏറ്റവും നിർണായകമായ സമയത്ത്, ഏറ്റവും സഹായം വേണ്ട ഘട്ടത്തിൽ, അതും അവിടെ നിന്ന് നിലവിളിച്ചതല്ലേ? കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ എന്ന് ചങ്കുപൊട്ടിക്കരഞ്ഞിട്ടും ഞാൻ പറയുന്നു, ഏറ്റവും അഗതിയെപ്പോലെ ഭൂമിയിൽ കാണപ്പെട്ടവനല്ലേ യേശു? അപ്പം അവിടുന്ന് കണ്ടപ്പോൾ ദൈവമാണെന്ന് ആർക്കും തോന്നിയില്ല. ദൈവമാണെന്നുള്ളത് വെളിപ്പാടിനാൽ മാത്രം അറിഞ്ഞ കാര്യമാണ്. അതല്ലേ പത്രോസ് പറഞ്ഞപ്പോൾ പറഞ്ഞത്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് പറഞ്ഞപ്പോൾ യേശു എന്താ പറഞ്ഞത്? ഇത് ജഡരക്തങ്ങളല്ല നിനക്ക് വെളിപ്പെടുത്തിയ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ്, അതുകൊണ്ടാണ് നീ ഇതറിഞ്ഞത് എന്നാണ് പറഞ്ഞത്. അതെ. അപ്പം അങ്ങനെ വരുമ്പോൾ ശരിക്കും മനുഷ്യൻ നോക്കി കണ്ട് ജീവിക്കാനുള്ള ശരിയായ മാതൃക യേശുവാണ്. മനുഷ്യന് ജീവിക്കാനുള്ള ഇതാണ്, വചനം ജഡമായി തീർന്നു, നമ്മുടെ ഇടയിൽ പാർത്തു, ഞങ്ങൾ കണ്ടു. അങ്ങനെ മനുഷ്യന് അനുകരിക്കാൻ വേണ്ടി ദൈവം ശരീരമെടുത്ത് മനുഷ്യനായി വന്ന് താണവനെപ്പോലെ വന്ന് ജീവിച്ച ജീവിതമാണ് യേശുവിൻ്റെ ജീവിതം. അപ്പം നമ്മളീ ആത്മീയ പക്വത ഭാവിക്കണം, വളരണം എന്നൊക്കെ പറഞ്ഞാൽ, പറയുന്നതിൻ്റെ എല്ലാം കൂടെ ചുരുക്കം പറഞ്ഞാൽ, യേശു ജീവിച്ച് കാണിച്ചതാണ് ശരി. അങ്ങനെ ജീവിച്ച് കാണിക്കണം, ജീവിക്കണം. ജീവിച്ച് കാണിക്കണം എന്നല്ല, ജീവിക്കണം, അങ്ങനെ ജീവിക്കണം. അപ്പം അതിന് യേശുവിനെ അല്പം ഒന്ന് അടുത്ത് നോക്കണം. എ ക്ലോസർ ലുക്ക്, ഒന്ന് അടുത്തിയെന്നൊന്ന് നോക്കണം. സ്വല്പം അങ്ങനെ നടത്തിയെന്നൊന്ന് നോക്കാം. യേശു ജീവിച്ച ആ ജീവിതത്തെ ഒന്ന് നോക്കാം. അതിലൊരു കാര്യമാണ് ഇപ്പം ഞാൻ പറയാൻ പോകുന്നത്. മുമ്പ് വായിച്ച വാക്യത്തിലേക്ക് തിരിച്ചു വരുന്നു, ഫിലിപ്പി ലേഖനത്തിലെ വാക്യത്തിലേക്ക്. എന്താണ് 2-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം വായിച്ചത്? ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ഭാവം 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 എന്ന് പറഞ്ഞാൽ ലെറ്റ് ദിസ് മൈൻഡ്, അല്ലെങ്കിൽ ലെറ്റ് ദിസ് ആറ്റിറ്റ്യൂഡ്. ഭാവം എന്ന് വെച്ചാൽ മനോഭാവം. താഴെ പറഞ്ഞ അങ്ങനെയാണ്. ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു. ദാസരൂപം എടുത്തു. മനോഭാവം. ദൈവമായിരിക്കണമെന്ന് ആയിരിക്കെ അങ്ങനെ തന്നെ നിലനിൽക്കണമെന്ന മനോഭാവം എടുക്കാതെ ദാസരൂപമെടുത്തു എന്ന് പറയുമ്പോൾ ആറ്റിറ്റ്യൂഡ് എന്താണ്, മനോഭാവം എന്താണ്, യേശുവിൻ്റെ മനോഭാവം എന്താണ് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതൊരു ദാസമനോഭാവമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദാസ്യത്വത്തിൻ്റെ മനോഭാവം. അപ്പം ശരിക്കും ഒരു ദാസനാണ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം കാണണമെങ്കിൽ യേശുവിൽ നോക്കണം. വേറെ ആരിലും അത് അത്രയും ഉണ്ടാവില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം, മനുഷ്യൻ്റെ മനോഭാവം, മനുഷ്യൻ്റെ ടെൻഡൻസി, അവരുടെ എന്താ ടെൻഡൻസി എന്നുള്ളതിൻ്റെ മലയാളം? പ്രവണത. റൈറ്റ്, പ്രവണത. മനുഷ്യൻ്റെ പ്രവണത ഈ പിശാച് കുത്തിവെച്ചൊരു പ്രവണതയാണ്. ആദ്യത്തെ മനുഷ്യനിൽ പിശാച് കുത്തിവെച്ച ഒരു പ്രവണതയുണ്ട്. എന്താണ്? നീ ഇങ്ങനെ ജീവിച്ചാലോ നിനക്ക് ദൈവത്തെ പോലാവാം. നീ തോട്ടത്തിൽ ഇങ്ങനൊന്നും ജീവിച്ചാൽ മാത്രം പോരാ, നീ ആ പഴം തിന്ന് നീ ദൈവത്തെ പോലാവും. ഇതാണ് പിശാച് പറഞ്ഞു കൊടുത്തത്, ഒറിജിനൽ.
അത് പിശാചിൻ്റെ തനി സ്വഭാവം എന്നാണ്. എന്താണ് പിശാചിൻ്റെ തനി സ്വഭാവം? യെശയ്യാ 14 അധ്യായം, എഹെസ്കേൽ 28 അധ്യായം, അവിടെ പറഞ്ഞിരിക്കുന്നത് പണ്ട് ദൂതനായിരുന്നു ഇദ്ദേഹം, ദൈവത്തിൻ്റെ ദൂതനായിരുന്നു, നല്ല ദൂതനായിരുന്നു. ഒരു ദിവസം തനിക്കൊരു ചിന്തയുണ്ടായി, എനിക്ക് ദൈവത്തെ പോലെ ആവണം. ദൈവം ഇരിക്കുന്ന സിംഹാസനത്തിൻ്റെ മേളിൽ എൻ്റെ സിംഹാസനം കൊണ്ട് ഞാൻ വെക്കും. ഞാൻ അങ്ങോട്ട് കയറി എല്ലാത്തിൻ്റെ മീതെ ഇരുന്ന് വാഴും. ദൈവം മാത്രം അങ്ങനെ അങ്ങോട്ട് വാഴേണ്ട, ദൈവം മാത്രം അങ്ങ് വലിയ ആളായിട്ടിരിക്കണ്ട, ഞാനും അങ്ങോട്ട് കയറും. ഞാൻ അത്യുന്നതനോട് സമനാകും. ആ ആളാണ് ഈ പറഞ്ഞ സാത്താനായി തീർന്നത്. ആ നീളം വന്നവനെയാണ് ഒരു തട്ട് തട്ടി താഴെയിട്ടു സാത്താനായി മാറിയത്. അപ്പം മനോഭാവം നോക്കിക്കോളൂ. തനിക്ക് ലഭിച്ചത് പോരാ, തന്നെ നിർമ്മിച്ചത് പോരാ, ദൈവത്തെ പോലെ ആവണം. ഭൂമിയിലെല്ലാ മനുഷ്യൻ്റെയും ആഗ്രഹം വലിയ ആളാവണം എന്നുള്ളതാണ്. ആ ചിന്തയില്ലാത്ത മനുഷ്യർ ഭൂമിയിൽ ആരാണ്? എല്ലാവരും വളരാനല്ലേ ആഗ്രഹിക്കുന്നത്, അഭിവൃദ്ധി പ്രാപിക്കാനല്ലേ ആഗ്രഹിക്കുന്നത്. അതിന് ദോഷമുണ്ടെന്നല്ല, നമ്മൾ വളരണം, അഭിവൃദ്ധി പ്രാപിക്കണം. ആരും പൂർണ്ണരല്ലല്ലോ. അപ്പോൾ പൂർണ്ണരായി തീരാൻ നമ്മൾ പരിശ്രമിക്കണം. അതിനല്ലേ വിദ്യാഭ്യാസം ചെയ്യുന്നത്? ജീവിതത്തിലെ പരിശ്രമങ്ങളൊക്കെ വളരാൻ വേണ്ടിയല്ലേ. എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തുമാത്രം നമ്മുടെ അകത്ത് ദൈവം നിക്ഷേപിച്ചു വെച്ചിട്ടുണ്ടോ അതിൻ്റെ പൂർണ്ണ അളവിൽ നമ്മൾ എത്തണം. നമ്മുടെ കപ്പാസിറ്റി ദൈവം എത്രയും ഇതിനകത്ത് സ്ഥാപിച്ചു വെച്ചിട്ടുണ്ടോ ആ ഫുൾ കപ്പാസിറ്റിയിൽ നമ്മൾ വളരണം. അത്രേ പറ്റുള്ളൂ. അല്ല, അതിനപ്പുറത്തുള്ളതാണ് മനുഷ്യൻ്റെ മോഹം. മനുഷ്യന് ഇത് മതിയെന്നൊരു ചിന്ത ബഹുഭൂരിപക്ഷം മനുഷ്യർക്കും ഇല്ല. അല്ലെങ്കിൽ പിന്നെ കുറേ ആലസന്മാരായിരിക്കണം. അവർക്ക് പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നും ഇല്ല, എങ്ങനെയൊക്കെ ജീവിക്കുക എന്നുള്ളതാണ്. സാധാരണ നോർമൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരാനാണ് ആഗ്രഹം. പക്ഷേ ആ വളരുക എന്ന് പറയുന്നതിൻ്റെ പരിധി നാം ഒന്നുകൂടെ പറയുന്നു. ശരി, പരിധി നമുക്ക് എന്തുമാത്രം ഇതിനകത്ത് ദൈവം നിക്ഷേപിച്ചിട്ടുണ്ടോ അതിൻ്റെ പൂർണ്ണ അളവിൽ എത്താനുള്ള വളർച്ചയാണ് വേണ്ടിയത്. പക്ഷേ മനുഷ്യന് ദൈവം പിശാച് കൊടുത്ത ചിന്ത അതല്ല, നിനക്ക് ദൈവത്തെ പോലെ ആവാം. അപ്പം യേശുവിനെ സംബന്ധിച്ച് പറയുന്നത് ദൈവരൂപത്തിലേക്ക് ദൈവമായിരിക്കെ ഭൂമിയിൽ അവിടുന്ന് വന്നപ്പോഴും ശരിക്കും വാസ്തവത്തിൽ അവിടുന്ന് ദൈവമായിരുന്നു. പക്ഷെ ഭൂമിയിൽ വരാൻ എടുത്ത ആ തീരുമാനം ഭയങ്കര തീരുമാനമാണ്. മനുഷ്യ മനസ്സിന് ഇന്ന് വരെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലാത്ത ഒരു സത്യമാണ്. ഇപ്പം ലോകത്തിലെ ചില സമൂഹങ്ങൾ നോക്കൂ, അവരുടെ ചോദ്യം, ഒരു പറയും യേശു ദൈവം അല്ല. കാരണം ദൈവത്തിന് എങ്ങനെ മനുഷ്യനാവാൻ പറ്റും? ദൈവത്തിന് എങ്ങനെ സകലത്തെ ഉണ്ടാക്കിയ ദൈവം ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ ശിശുവായി വന്നു എന്ന് പറഞ്ഞാൽ ഏത് മനുഷ്യന് മനസ്സിലാവും? ഏത് ബുദ്ധിക്ക് മനസ്സിലാവും? ഏത് യുക്തിക്ക് തിരിയും? ഏത് ശാസ്ത്രത്തിലാണ് ഇത് വിശദീകരിക്കാൻ പറ്റുന്നത്? വിശദീകരിക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ള ഈ സ്ഥിതി മനുഷ്യന് ഈ രണ്ടും കൂടെ ഒന്നിച്ചു പോകത്തില്ല. അതായത് യജമാനനും ദാസനും എന്നത് ഒന്നിച്ചു പോകാൻ പറ്റുന്ന കാര്യമല്ല. യജമാനൻ ദാസനല്ല, ദാസൻ യജമാനനുമല്ല. എന്നാൽ ഇത് രണ്ടും കൂടെ ഒന്നിച്ചു പോയതാണ് യേശുവിൽ. അവിടുന്ന് യജമാനനാണ്, സകലത്തെയും ഉണ്ടാക്കിയവനാണ്, അതേസമയം അവിടുന്ന് ദാസനാണ്. ആ ദാസൻ എന്ന വാക്കിനെയാണ് ഞാൻ അല്പം ഒന്ന് വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. ദാസൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ആ വാക്കിൻ്റെ അർത്ഥം എന്താ? ഈ ദാസൻ എന്ന വാക്ക് വേദപുസ്തകത്തിൽ മറ്റും ഉപയോഗിച്ചിരിക്കുമ്പോൾ ഇപ്പോഴത്തെ അർത്ഥത്തിലല്ല. ഇപ്പോൾ വാസ്തവത്തിൽ അങ്ങനെ ദാസന്മാരില്ല. ദാസൻ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ആശയം അടിമ എന്ന അർത്ഥത്തിലാണ്. യജമാനനും അടിമയും. നമുക്കിന്നത്തെ തിരിയില്ല, കാരണം നമ്മുടെ കാലത്ത് അങ്ങനത്തെ കാര്യം ഉണ്ടായിട്ടില്ല. നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പുള്ള കാലമാണ് ഈ പറയുന്ന അടിമ വ്യവസ്ഥയും ഒക്കെ ഉണ്ടായിരുന്നത്. അവിടെ നമുക്ക് തിരിയില്ല. അപ്പം അന്ന് ഉണ്ടായിരുന്ന ആ ഒരു മനോഭാവം പോലെ, അപ്പം ആ ഒരു ദാസമനോഭാവത്തിലേക്ക് ആ ദാസനായിട്ട് തീർന്നു. ഒന്നല്ലേ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുള്ള വിചാരിക്കാതെ ദാസരൂപം എടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് പറയുന്നു, ഈ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ലെറ്റ് ദിസ് മൈൻഡ്, ദിസ് ആറ്റിറ്റ്യൂഡ് ബി ഇൻ യു വിച്ച് വാസ് ഓൾസോ ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിലുണ്ടായിരുന്ന അതേ മനോഭാവം
ഉണ്ടായിരിക്കട്ടെ. മനോഭാവമാണ് മനുഷ്യ ജീവിതത്തിൻ്റെ പ്രധാനം. മനുഷ്യനെ വിധിക്കേണ്ടത് കേവലം പ്രവൃത്തി കൊണ്ടല്ല. പ്രവൃത്തി ചില സമയത്ത് തെറ്റിപ്പോവും. ഒരു സാഹചര്യം വന്നു, തെറ്റുപറ്റാം. പക്ഷെ അങ്ങനെയുള്ള പ്രവൃത്തി കൊണ്ട് ആളുകളെ വിധിച്ചാൽ വിധി ശരിയായിരിക്കില്ല. ആളുകളെ വിധിക്കേണ്ടത് അവരുടെ മനോഭാവം നോക്കിയാണ്, അവരുടെ ആറ്റിറ്റ്യൂഡ് നോക്കിയാണ് മനുഷ്യനെ മനസ്സിലാക്കേണ്ടത്. അതിന് നമുക്ക് കഴിവ് വേണം, മനുഷ്യൻ്റെ മനോഭാവം മനസ്സിലാക്കാൻ. അപ്പോൾ അതാണ് മനുഷ്യനെ വിലയിരുത്താനുള്ള ശരി മാനദണ്ഡം. ഇപ്പം യേശുവിൻ്റെ മനോഭാവത്തിലേക്ക് അല്പം വിശദമായി പോവാം. ദാസൻ്റെ മനോഭാവം എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ യേശു എന്ന ദാസനെ നമ്മളെ നോക്കിയിട്ട് ഒന്നുകൂടെ പറയുന്നു, ഇതേ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. യേശുവിൻ്റെ കാര്യം പറയാൻ വേണ്ടിയല്ല ഇത് പറയുന്നത്, അതേ കാര്യം പകർത്താൻ വേണ്ടിയാണ് പറയുന്നത്. ഇനി അപ്പം അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു. പിന്നെ മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു. ആ ഒരു വാക്കിലേക്ക് വരാം. തന്നെത്താൻ ഒഴിച്ചു. തന്നെത്താൻ ഒഴിച്ചു എന്നുള്ളതിൻ്റെ ഒരു ഇംഗ്ലീഷ് പ്രയോഗം ഹി എംപ്റ്റീഡ് ഹിംസെൽഫ്. എംപ്റ്റീഡ് ഹിംസെൽഫ്. നിറഞ്ഞിരുന്ന താൻ ആ നിറവ് ഒഴിച്ചു വെച്ചു, മാറ്റിവെച്ചു. ഒരു പാത്രത്തിൽ വെള്ളം നിറച്ചു വെച്ചിരുന്നത് വെള്ളം എടുത്ത് ഒഴിച്ച് ഗ്ലാസ് കാലിയാക്കുന്ന പോലെ ദൈവത്വം നിറഞ്ഞിരുന്ന അവിടുന്ന് ഭൂമിയിൽ വരുന്നതിന് മുമ്പ് അവിടുത്തെ തേജസ്സിൻ്റെ മുമ്പാകെ ചെല്ലാൻ ആർക്കും സാധിക്കില്ല. ചെന്നാൽ മരിച്ചുപോകും. അതിൻ്റെ ചില ലക്ഷണങ്ങളാണ് മറുരൂപമലയിൽ അവിടുത്തെ ഒന്ന് കണ്ടത്. ശൗൽ ദമസ്കോസിൻ്റെ റോഡിൽ വെച്ച് കണ്ട ഒരു കാഴ്ച, ഒറ്റ സെക്കൻഡ്, ഒരു മിന്നൽ, കണ്ണും പൊട്ടി താഴെ കിടക്കുന്നു. അതാണ് അവിടുത്തെ പ്രഭാവം. ഇനിയും ഈ യേശുവിനോടുകൂടെ നടന്ന യോഹന്നാൻ, ഒന്നിച്ചിരുന്ന യോഹന്നാൻ, നെഞ്ചത്ത് ചാരിയിരുന്ന യോഹന്നാൻ, അവിടുത്തെ മഹത്വം കണ്ടപ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു. ശ്വാസമില്ല, നാടിയിടിപ്പില്ല, ഒരു കിടപ്പ്. ആ കാഴ്ച കണ്ടതാണ്. അത്ര വലിയ പ്രഭാവത്തിലിരുന്നവൻ തന്നെത്താൻ ഒഴിച്ചു. ഹി എംപ്റ്റീഡ് ഹിംസെൽഫ്. ആ വലിപ്പം, ആ മഹത്വം, ആ തേജസ്, ആ അധികാരം, ആ ശക്തി എല്ലാം ബോധപൂർവം ഒഴിച്ചു. അവിടത്തേക്ക് ഏത് സമയത്ത് ഉപയോഗിക്കാം. ഉപയോഗിച്ചു കൂടാഞ്ഞിട്ടില്ല. ഉപയോഗിച്ച രംഗം നോക്കൂ. തൻ്റെ കാര്യത്തിന് വേണ്ടി ഉപയോഗിച്ചില്ലെന്നേ ഉള്ളൂ. കല്ലറയുടെ അവിടെയൊക്കെ ചെന്ന് ലാസറെ പുറത്തു വരുമെന്ന് പറയുമ്പോൾ തൻ്റെ അധികാരം, മരിച്ചവൻ എഴുന്നേറ്റ് വരുന്നു. കടലിനോട് പറഞ്ഞ് ശാന്തമാവൂ എന്ന് പറഞ്ഞാലുടൻ കടലടങ്ങുന്നു. ഇല്ലേ ശക്തി? എന്നേരം ഉണ്ട്. എന്നിരിക്കലും ഞാൻ ഒന്നുകൂടെ പറയുന്നത്, തൻ്റെ കാര്യത്തിന് വേണ്ടിയോ തൻ്റെ വലിപ്പം വെളിപ്പെടുത്തുവാനോ ഇതിനുപയോഗിക്കാതെ യേശു കടലിനെ ശാന്തമാക്കിയത് താൻ വലിയ ആളാണെന്ന് കാണിക്കാനല്ലല്ലോ. ശിഷ്യന്മാരങ്ങോട്ട് കയറി കടലിളകി അവർ ചാവാൻ പോന്നു. അവരുടെ ആ വേദനയുടെ സമയത്താണ് യേശു തൻ്റെ അധികാരം അവിടെ ഉപയോഗിച്ചത്. അല്ലാതെ തൻ്റെ സിദ്ധി കാണിക്കാൻ വേണ്ടി ഉപയോഗിച്ചതല്ല. അപ്പം എംപ്റ്റീഡ് ഹിംസെൽഫ്, ഇതൊരു വലിയ പാഠമാണ്. ഇപ്പോൾ ഒത്തിരി വിശദീകരിക്കുന്നില്ല. എങ്കിലും ആ വാക്ക് ഒന്ന് പറഞ്ഞാൽ, തൻ്റെ കൂടെ പോകാൻ മനുഷ്യർ തയ്യാറാകപ്പോൾ ആയതിനെ സംബന്ധിച്ച് യേശുവിൻ്റെ പ്രസ്താവന മത്തായി 16 അതിൻ്റെ 24 വാക്യം. അത് നമുക്ക് പിന്നീട് അല്പം വിശദമായിട്ടൊന്ന് നോക്കാം. എന്നാലും മർക്കോസ് മത്തായി 16 24 ഒന്ന് വായിച്ചാലോ? അപ്പം വാക്ക് നോക്കൂ. തന്നെത്താൻ ത്യജിച്ച്. ആരെങ്കിലും എൻ്റെ പുറകെ വരാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് എൻ്റെ കൂടെ വരട്ടെ. ന്യായം ഒന്നുകൂടെ പറഞ്ഞാൽ, യേശു ത്യജിച്ചിട്ട് വന്നു. തന്നെ വലിയ പദവികൾ ത്യജിച്ചിട്ട് വന്നു. അങ്ങനെയാണെങ്കിൽ യേശുവിൻ്റെ കൂടെ പോകുന്നവരും എങ്ങനെയുള്ളവരായിരിക്കണം? ആ മനോഭാവമുള്ളവരായിരിക്കണം. അല്ല, വാരിക്കൂട്ടാൻ വരുന്നവർക്ക് കൂടെ പോകാൻ
പറ്റില്ല. അതാണ് തത്വം. യേശുവിൻ്റെ സ്വഭാവം എന്താണോ, യേശുവിൻ്റെ പ്രകൃതം എന്താണോ, ആ പ്രകൃതക്കാർക്ക് മാത്രമേ യേശുവിൻ്റെ കൂടെ പോകാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞത് ഇച്ചിരി കട്ടിയുള്ള കാര്യമാണ് പറയുന്നത്. ജീവിതത്തിൻ്റെ അടിത്തറയെ ബാധിക്കുന്ന കാര്യമാണ് പറയുന്നത്. ഭൂമിയിൽ ആർക്കും ഇഷ്ടപ്പെടാത്ത കാര്യമാണ് ഈ പറയുന്നത്. പക്ഷേ യേശുവിൻ്റെ ശാസ്ത്രം ഇതാണ്. എൻ്റെ കൂടെ വരണോ, ഇതേ ഉള്ളൂ മാർഗം. അല്ലാതെ വലിപ്പമുണ്ടാക്കാൻ വിചാരിക്കുന്ന ഒരുത്തൻ എൻ്റെ കൂടെ വരാൻ പറ്റില്ല എന്നും അങ്ങനെ നിങ്ങൾക്ക് ചിന്തയുണ്ട് നേരത്തെ വീട്ടിപ്പിക്കുന്നു പറഞ്ഞേക്കുന്നത്. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഹി എംപ്റ്റീഡ് ഹിംസെൽഫ്, തന്നെത്താൻ ഒഴിച്ചു. അതിൻ്റെ അല്പം ചില ഉദാഹരണങ്ങൾ പറഞ്ഞാൽ, ഇപ്പം യേശു ജനിച്ച കുടുംബവും സാഹചര്യവും ഒന്ന് പരിശോധിച്ച് നോക്കും. യേശു ജനിച്ച കുടുംബം എന്ന് ഞാൻ പറയുമ്പോൾ, ഇപ്പം നമ്മളൊക്കെ ജനിച്ചു. നമ്മൾ ജനിച്ചത് എവിടെ ജനിക്കണോ നമ്മൾ തീരുമാനിച്ചാണോ ജനിച്ചത്? അല്ലല്ല, ഒരിടത്ത് ജനിച്ചു. നമുക്ക് ജനിക്കാനുള്ള കുടുംബം തിരഞ്ഞെടുക്കാനൊരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ മിക്ക പേരും ഇന്ന് ജനിച്ച കുടുംബത്തിൽ ജനിക്കത്തില്ലായിരുന്നു. നമ്മൾ വേറൊരു കുടുംബം തിരക്കിയനെ. കാരണം നല്ല പേരുള്ള, സൗകര്യമുള്ള, പണമുള്ള, മാനമുള്ള ഒരു കുടുംബത്തിൽ ജനിച്ചതിന് നല്ല ഗമ തോന്നും. അതല്ലേ മനുഷ്യൻ്റെ പൊങ്ങച്ചവടയൊക്കെ അല്ലേ. പ്രത്യേകിച്ച് ഈ കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പൊങ്ങച്ചമുള്ള ആളുകളാണ്. കുടുംബത്തിൻ്റെ പശ്ചാത്തലം ഇതൊക്കെ പറഞ്ഞാൽ വലിയ 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 പൊങ്ങച്ചം പറയുന്ന ആളുകളാണ്. ഭൂമിയിൽ ഇത്രയും പൊങ്ങച്ചം പറയുന്ന ആളുകൾ വരെ കാണുമെന്ന് അറിയത്തില്ല. അത്രയ്ക്ക് കൂടിയ ആളുകളാണ് നമ്മൾ. പക്ഷെ യേശു ജനിക്കാൻ തിരഞ്ഞെടുത്ത കുടുംബം ഒരു കാർപ്പൻ്ററുടെ കുടുംബമല്ലേ തിരഞ്ഞെടുത്തത്? കാർപ്പൻ്ററുടെ കുടുംബം, അല്ലെങ്കിൽ നാടൻ ഭാഷയ്ക്ക് പറഞ്ഞാൽ ഒരു കൂലിപ്പണിക്കാരൻ്റെ കുടുംബം. അതല്ല യേശു ഇതിനടുത്ത് കുടുംബം, കൂലിപ്പണിക്കാരൻ്റെ കുടുംബം. ആരാണ് അവിടെ ജനിച്ചിരിക്കുന്നത്? യഹൂദന്മാരുടെ രാജാവാണ്. അവനെ തിരക്കിപ്പോയത് ആളുകൾ രാജകൊട്ടാരത്തിലാണ്. നക്ഷത്രം കണ്ടിട്ട് തിരക്കിപ്പോയി. ഇവൻ വെറും കുട്ടിയല്ല, സാധാരണ പൈതലല്ല. വാനഗോള ശാസ്ത്രജ്ഞന്മാർ മനസ്സിലാക്കി രാജാവ് ജനിച്ചിരിക്കുന്നുവെന്ന്. സ്വാഭാവികമായി ബുദ്ധിക്ക് ആരായിച്ചാൽ അത് രാജകൊട്ടാരത്തിൽ ജനിക്കണം. അവിടെ തിരക്കിപ്പോയപ്പോൾ അവിടെ അല്ല ഈ കുട്ടി. ആളുകൾ പരിഹസിച്ചില്ലേ? യേശുവിനെ കുറിച്ച് ആളുകൾ പറഞ്ഞത് ഇവൻ തച്ചൻ്റെ മകൻ എന്ന് കളിയാക്കിയല്ലേ പറഞ്ഞത്? അല്ലേ? മട്ടറ ചെല്ലുമ്പോൾ ഇവനാണോ വലിയ ആള്? ആ തച്ചൻ്റെ മോൻ, അവിടുത്തെ യോസഫിൻ്റെ മോൻ എന്നല്ലേ പറഞ്ഞത്, കളിയാക്കിയത്. നമ്മളെ ആരുടെയെങ്കിലും നമ്മുടെ കുടുംബത്തിൻ്റെ ചില ചെറുപ്പം പറഞ്ഞ് കളിയാക്കാൻ വന്നാൽ ഇഷ്ടപ്പെടുമോ? പ്രതികരിക്കില്ലേ? നമ്മൾ ദേഷ്യം വരില്ലേ? ബോധപൂർവം താനൊരു പാവപ്പെട്ടവൻ്റെ കുടുംബം തിരഞ്ഞെടുത്തു. ആർക്കും ഏത് സമയത്തും അവിടുത്തെ പോയി കാണാം. യേശു രാജകുടുംബത്തിൽ ജനിച്ചിരുന്നെങ്കിൽ, കൊട്ടാരത്തിൽ ജനിച്ചിരുന്നെങ്കിൽ അവിടുത്തെ പോയി കാണാൻ ആൾക്ക് സൗകര്യം ഉണ്ടാവുമോ? ഇല്ലല്ലോ. പബ്ലിക്കിന് പോയി, പൊതുജനത്തിന് പോയി ഈ കുട്ടിയെ ഒന്ന് കാണണം പറഞ്ഞ് പോയാൽ കാണിക്കുമോ? ഇല്ലല്ലോ. കൊട്ടാരത്തിൽ VVIPസിനല്ലേ ചെല്ലാൻ പറ്റുള്ളൂ. അതും ഇത്ര പേർക്കല്ലേ ഒരു ദിവസം പെർമിഷൻ കൊടുക്കുകയുള്ളൂ. ദേ ഒരു കുട്ടി, ഏത് മനുഷ്യനും കാണേണ്ടവൻ, ഏത് കണ്ണും കാണേണ്ടവൻ, ഏത് മനുഷ്യനും സമീപിക്കേണ്ടവൻ, ഒറ്റ കണ്ണിനും അത് മറച്ചു വെക്കാതെ, ഒരു പാവപ്പെട്ടവനും അവനെ മാറ്റിവെച്ചേക്കാതെ, ഏത് മനുഷ്യനും ലഭിക്കത്തക്കവണ്ണം ഒരു സാധാരണക്കാരൻ്റെ വീട്ടിൽ ജനിച്ച ആ വലിപ്പം, ആ താഴ്ച, അതേ മനോഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്ന് പറയുമ്പോൾ ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഭൂമിയിലെ മനുഷ്യൻ്റെ പൊങ്ങച്ചത്തെ ഇടിച്ചു താഴ്ത്തി ദൈവത്തിൻ്റെ ജനം യേശുവിൻ്റെ അതേ മനോഭാവമുള്ളവരായി, താഴ്മയുള്ളവരായി,
അശേഷം പൊങ്ങച്ചമില്ലാത്തവരായി ജീവിക്കണം. എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഒന്നുകൂടെ പറഞ്ഞാൽ, ഭൂമിയിൽ വന്നപ്പോൾ യേശു തന്നെക്കുറിച്ച് തന്നെ പറയാൻ ഉപയോഗിച്ച ഒരു പ്രയോഗമുണ്ട്. അതെന്താണെന്നറിയോ? തന്നെക്കുറിച്ച് തന്നെ താൻ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു പ്രയോഗം. മറ്റുള്ളവർ യേശുവിനെ ഗുരു, യജമാനനെ, കർത്താവേ എന്നൊക്കെ വിളിക്കും. പക്ഷെ യേശു തന്നെക്കുറിച്ച് തന്നെ സാധാരണ പറഞ്ഞൊരു പ്രയോഗം ഉണ്ടെന്നറിയോ? മനുഷ്യപുത്രൻ. എപ്പോഴും റെഫർ ചെയ്യുന്ന അങ്ങനെയാണ്, മനുഷ്യപുത്രൻ. ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ മനുഷ്യപുത്രൻ വന്നത്. എപ്പോഴും ഉപയോഗിച്ച വാക്കാണിത്, മനുഷ്യ. യേശു മാത്രമേ ഈ വാക്ക് ഉപയോഗിച്ചുള്ളൂ എന്ന് ഓർക്കണം. ബാക്കി ആരും ഈ വാക്ക് ഉപയോഗിച്ചിട്ടില്ല. സ്തേഫാനോസ് മരിക്കുന്ന സമയത്താണ് മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നൊരു പ്രയോഗം കാണുന്നത്. ബാക്കി ആരും ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ യേശു ഉപയോഗിച്ചൊരു പ്രയോഗമാണിത്. ഇനി ആ പ്രയോഗത്തിൻ്റെ അർത്ഥം ഒന്ന് ആലോചിച്ച് നോക്കൂ. അവിടുത്തെ അസൽ ആരാണ്? ദൈവപുത്രനാണ്, ദൈവമാണ്. അതാണ് അവിടുത്തെ തനിമ, ഒറിജിനാലിറ്റി. അവിടുന്ന് ദൈവമാണ്. ആ ദൈവം, ഞാൻ ഒന്നുകൂടെ പറഞ്ഞ, മനുഷ്യനായിത്തീരുക എന്ന് പറഞ്ഞാൽ ഊഹിക്കാൻ പറ്റാത്തൊരു കാര്യം. സകലത്തെയും സൃഷ്ടിച്ചവൻ ഒരു സ്ത്രീയുടെ കയ്യിൽ കുഞ്ഞ് ശിശുവായിട്ടിരിക്കുന്നു. സഹായം വേണ്ട, ആളുകൾ എടുത്തുകൊണ്ട് നടക്കണ്ട, ഒരാളായിട്ടിരിക്കുന്നു സകലത്തെയും ഉണ്ടാക്കിയവൻ. അവിടുത്തെ സകല വലിപ്പങ്ങൾ പറഞ്ഞു നോക്കൂ. അത്ര വലിയ താഴ്ച അനുഭവിച്ചിട്ട് അവർ ഇഷ്ടപ്പെടുന്ന വാക്ക്, പ്രയോഗം സൺ ഓഫ് മാൻ, മനുഷ്യൻ. ഏറ്റവും താഴ്ചയുടെ പേരല്ലേ അത്? അവിടത്തേക്ക് ഏറ്റവും താഴ്ചയുടെ പേരാണ്. പക്ഷേ നമ്മളെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ബഹുമാനം വേണമെന്ന് ആഗ്രഹിക്കുന്നവരല്ലേ? ജനം നമ്മളെ അംഗീകരിക്കണമെന്നും കുറഞ്ഞ പക്ഷെ അർഹമായ ബഹുമാനം കിട്ടണമെന്നും നിർബന്ധമുള്ളവരാണ് മനുഷ്യർ. അർഹമായ ബഹുമാനം കിട്ടിയില്ലെങ്കിൽ വലിയ മനോവേദന ഉണ്ടാവും. ചിലർ വഴക്കുണ്ടാക്കും. ഞാൻ ഒന്നുകൂടെ പറയുന്നു, യേശുവിനെ തച്ചൻ എന്ന് വിളിച്ചിട്ട് യേശു ആരോടെങ്കിലും പിണങ്ങിയോ? നിന്നെ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞോ? ഞാൻ ഒരു ദിവസം രാജ്യത്ത് വരും, അന്ന് ഞാൻ രാജ്യത്ത് വരുമ്പോൾ നിന്നെ ഞാൻ കാണിച്ചു തരാം. യേശു ഒരുത്തരോടും പറഞ്ഞില്ലല്ലോ. അപ്പം തന്നെ അദ്ദേഹത്തെ അവിടത്തേക്ക് പ്രതികരണം ചെയ്യാമെങ്കിൽ അതിന് പ്രതികരിക്കാനുള്ള ശക്തിയില്ലേ? എന്നിട്ടും ചെയ്തില്ലല്ലോ. ആമേൻ. അപ്പം നമ്മളെ, ഞാൻ പറഞ്ഞ പോലെ, വിദ്യാഭ്യാസം ചെയ്താൽ അത്രയും വിദ്യാഭ്യാസത്തിന് തക്കവണ്ണം മാനിച്ചില്ലെങ്കിൽ നമുക്കിഷ്ടപ്പെടില്ല. അങ്ങനെ ഒന്നുമില്ല, നമ്മുടെ സഭ മാറിപ്പോക്കളെ. കാരണം കിട്ടേണ്ട അംഗീകാരം എനിക്ക് സഭയിൽ കിട്ടിയില്ല എന്നാണ് മനുഷ്യൻ പറയുന്നത്. ചില ആളുകൾ എന്നെ ഇന്നിങ്ങനെ വിളിക്കണമെന്ന് എന്നെ ഡിമാൻഡ് ചെയ്യുന്ന ആളുകളില്ലേ? അപ്പോൾ യേശുവിൻ്റെ മനോഭാവം നോക്കൂ. ഏറ്റവും ആക്ഷേപിച്ചിട്ടും തിരിച്ച് വിരോധത്തിന് പ്രതികരിക്കാത്ത ഒരാളല്ലേ യേശു? ആമേൻ. അപ്പോൾ ആ സ്വയത്തിൻ്റെ ആ ഉയർച്ചയുടെ മനോഭാവം മൊത്തം ഇല്ലാതായ ഒരാളാണ് യേശു. ഈ മനോഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്നാണ് പറഞ്ഞത്. ഇനി യേശു സ്നാനപ്പെടാൻ പോയി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, വാസ്തവത്തിൽ യേശുവിന് സ്നാനത്തിൻ്റെ ആവശ്യമുണ്ടോ? യേശു ഏറ്റത് യോഹന്നാൻ്റെ സ്നാനമല്ലേ? അറിയില്ലേ? യോഹന്നാൻ്റെ സ്നാനം എന്ത് സ്നാനമാണ്? പാപമോചനത്തിനുള്ള സ്നാനമാണ് യോഹന്നാൻ്റെ സ്നാനം. പാപമോചനത്തിനുള്ള സ്നാനമാണ് യോഹന്നാൻ്റെ സ്നാനമെങ്കിൽ യേശുവിന് പാപമോചനത്തിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. അവിടുന്ന് പാപം ഇല്ലല്ലോ.
പിന്നെന്തിനാണോ യോഹന്നാൻ്റെ സ്നാനം വേക്കാൻ പോയത്? അതിൻ്റെ ആവശ്യമില്ല. തന്നെയല്ല, സ്നാനമേൽക്കാൻ പോകുമ്പോൾ ചെന്നപ്പോൾ യോഹന്നാൻ സ്നാപകൻ എന്താ പറഞ്ഞത്? ദയവായിട്ട് എന്നോട് അങ്ങേ സ്നാനപ്പെടുത്താൻ ആവശ്യപ്പെടരുത്, അങ്ങ് വലിയ കൂടിയ ആളാണ്, അങ്ങയുടെ ചെരുപ്പ് ചുമക്കാൻ പോലും ഞാൻ യോഗ്യരല്ല, അതുകൊണ്ട് പ്ലീസ് എന്നോട് ആവശ്യപ്പെടരുത്. അങ്ങയാൽ സ്നാനമേൽക്കാൻ എനിക്കാവശ്യം, അതുകൊണ്ട് എന്നോട് ആവശ്യപ്പെടരുതെന്ന് പറഞ്ഞപ്പോഴും യോഹന്നാനോട് എന്താ പറയുന്നത്? ഇപ്പോൾ സമ്മതിക്കുക, നീ എന്നെ സ്നാനപ്പെടുത്തണം. കാരണം സ്നാനപ്പെടുത്താൻ നിന്നെ ദൈവം പറഞ്ഞു വിട്ടു. യോഹന്നാനെ അതിന് ദൈവം വിട്ടതാണ്. നിന്നെ സ്നാനപ്പെടുത്താൻ ദൈവം പറഞ്ഞു വിട്ടെങ്കിൽ നീ എന്നെ സ്നാനപ്പെടുത്തണം. ഞാൻ ആരാണെന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. നിന്നെ ദൈവം നിയമിച്ച ആ വേലയിൽ നീ എന്നെ സ്നാനപ്പെടുത്തണം. പൊതുവേ നമ്മുടെയൊക്കെ ട്രെൻഡ് അനുസരിച്ച് ഞാൻ പറയുകയാണ്, നമ്മുടെയൊക്കെ വീട്ടിൽ അങ്ങനെ ഒരു കാര്യം വന്നാൽ ഒരു വലിയ ആൾ വരണം എന്നൊരാഗ്രഹം സ്വാഭാവികമല്ലേ നമുക്കൊക്കെ, ഇല്ലേ? വലിയ സ്ഥാനമുള്ള ഒരാൾ വരണം, സ്ഥാനപ്പെടുത്താനാവട്ടെ, കൊച്ചിനെ പ്രതിഷ്ഠിക്കാനാവട്ടെ, കല്യാണം നടത്താനാവട്ടെ, ഇങ്ങനെ വലിയൊരാൾ വേണമെന്നുള്ളത് നമ്മുടെ ഒരു സാധാരണ ട്രെൻഡല്ലേ, അല്ലേ? അടക്കം വന്നാൽ അങ്ങനെ വേണമെന്നൊക്കെ നമ്മൾ നിർബന്ധമല്ലേ? ഇവരാര് ചെയ്താലും അതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ പുണ്യം വല്ലതും ഉണ്ടാവുമോ? വലിയൊരു കൂടിയ ആൾ ഒന്ന് അടക്കി അതുകൊണ്ട് അയാൾ സ്വർഗത്തിൽ പോകുന്ന വല്ലോ ഗ്യാരണ്ടി വല്ലതും ഉണ്ടോ? ഒന്നുമില്ലല്ലോ. കാര്യങ്ങൾ ചെയ്യുന്നതിന് ഭംഗി വേണം എന്നുള്ളത് ശരിയാണ്, പൊതുലോകം വരുന്നതാണ്, ആക്ഷേപമില്ലാത്ത തരത്തിൽ കാര്യം ചെയ്യണമെന്നുള്ളത് ശരിയാണ്. നല്ലൊരാൾ കല്യാണം നടത്തി എന്നുള്ളത് കൊണ്ട് കല്യാണ ജീവിതം എല്ലാം ഭദ്രമായി പോകുമെന്നുള്ളൊരു ഗ്യാരണ്ടി വല്ലതും ഉണ്ടോ? ഒന്നുമില്ലല്ലോ. ഞാൻ പറഞ്ഞതേ നമ്മുടെ ഒരു മനോഭാവത്തിൻ്റെ കാര്യം പറയുകയാണ്. ഇതൊക്കെ പലപ്പോഴും നമ്മുടെ പൊങ്ങച്ചത്തിൻ്റെ ഒരു ഭാവമല്ലേ? അല്ലേ? അതൊക്കെ നമ്മുടെ പള്ളിയിൽ തന്നെ നടത്തിക്കൂടിയ കാര്യങ്ങളെല്ലാം. അത് ചെയ്യുന്നതിന് അനുകൂലിക്കുന്ന ആളാണ് ഞാൻ. നിങ്ങൾക്കൊരു ശുശ്രൂഷകൻ, നിങ്ങളുടെ ശുശ്രൂഷകളെല്ലാം നടത്താൻ പ്രാപ്തിയുള്ള ആളുകളെ അയക്കുന്നു. അവർക്ക് ശുശ്രൂഷയ്ക്കുള്ള അവസരം കൊടുക്കുകയാണ് നല്ലത് എന്നൊരു വിശ്വാസിയാണ്. സൂപ്രണ്ട് പറയുകയാണ്, ഇതിനൊന്നും എന്നെ വിളിക്കണമെന്ന് ഒരു താല്പര്യമുള്ള ആളല്ല ഞാൻ. എൻ്റെ പ്രധാന ജോലി ഇതൊന്നും നടത്തുക അല്ല, നിങ്ങൾ നിർബന്ധത്തിന് വരുന്നു എന്നുള്ളതേ ഉള്ളൂ. എൻ്റെ ജോലി സുവിശേഷം പ്രസംഗിക്കുക, ഈ സഭയ്ക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിനുള്ള പ്ലാനിങ് ചെയ്യുക, അത് നടപ്പാക്കുക, ഇതാണ് എൻ്റെ മെയിനായിട്ടുള്ള ജോലി. എന്നാൽ ഞാൻ പറയുന്നത് യേശുവിൻ്റെ മനോഭാവം എന്ന് പറയുന്ന ഒരു ദാസൻ്റെ മനോഭാവമാണ്. കുറഞ്ഞവനെ സ്നാനപ്പെടുത്തുന്നു. എന്നാൽ ഇവിടെ വന്നത് കൂടിയവനെ കുറഞ്ഞവൻ സ്നാനപ്പെടുത്താൻ അവിടുന്ന് ആവശ്യപ്പെട്ട് ചെന്നു എന്നുള്ളതാണ്. മാത്രമല്ല, ഇത് അവസാന സമയമായപ്പോഴത്തേക്ക് യോഹന്നാൻ 13-ാം അധ്യായത്തിലെ യേശു ശിഷ്യന്മാരേക്ക് ചെന്ന് കാല് കഴുകാൻ ചെന്നു. നമ്മുടെ സംസ്കാരത്തിൽ വലിയ പതിവില്ലാത്തൊരു കാര്യമാണ് ഈ കാല് കഴുകുക എന്നൊക്കെ പറയുന്നത്. എന്നാൽ വേറെ ചില ദേശങ്ങളിൽ ചെന്നാൽ ചെല്ലുന്ന അതിഥികളെ കാല് കഴുകി സ്വീകരിക്കുന്ന ഒരു പതിവുണ്ട്. പ്രത്യേകിച്ച് യഹൂദന്മാരുടെ അന്നത്തെ സംസ്കാരത്തിൽ യജമാനൻ വീടിന് പുറത്തു പോയിട്ട് തിരിച്ചു വരുമ്പോൾ ദാസൻ തൻ്റെ കാല് കഴുകി യജമാനനെ സ്വീകരിക്കണം. അത് ദാസൻ്റെ ജോലിയാണ്. യജമാനൻ്റെ കാല് കഴുകി സ്വീകരിച്ച് തനിക്ക് ഭക്ഷണം കൊടുക്കണം. യജമാനൻ ഒരിക്കലും ദാസൻ്റെ കാല് കഴുകുകയില്ല. ദാസൻ യജമാനൻ്റെ കാല് കഴുകൂ. പതിവിന് വിപരീതമായി ഒരു ദിവസം യേശു തൻ്റെ ക്രൂശുമരണത്തോടടുത്ത സമയത്ത് അരയിൽ ഒരു തോർത്തെടുത്ത് ചുറ്റി പാത്രത്തിൽ വെള്ളവുമെടുത്ത് പാദം കഴുകാനിരുന്നു. ഓരോരുത്തരിലേക്ക് ചെന്നു. പത്രോസ് പറഞ്ഞു, പ്ലീസ് നോ, എൻ്റെ കാല് കഴുകാൻ സമ്മതിക്കില്ല. കാരണം ഇത് പതിവിന് വിപരീതമാണ്. അങ്ങ് യജമാനനാണ്, ഞാൻ അങ്ങയുടെ ദാസനാണ്, ഒരു ശിഷ്യനാണ്, എൻ്റെ കാല് കഴുകുവാൻ ഞാൻ സമ്മതിക്കില്ല എന്നാണ് പത്രോസ് പറഞ്ഞത്. പക്ഷേ യേശു അത് സമ്മതിച്ചില്ല. യേശു അവരുടെ ഓരോരുത്തരുടെയും കാല് കഴുകി. ദാസൻ, തനി ദാസൻ ചെയ്യുന്ന പണിയാണ് യേശു ചെയ്തത്. എന്നിട്ട് അതിൻ്റെ ബാക്കി നമ്മൾ മിക്കപേരും വായിച്ചിട്ടില്ല. ഈ വാക്യത്തിൻ്റെ ബാക്കി മിക്ക പേരും വായിച്ചിട്ടില്ല. അല്ല, ഞാൻ ചോദിക്കട്ടെ,
നിങ്ങൾ എത്ര പേര് ആരുടെയെങ്കിലും പാദം കഴുകിയിട്ടുണ്ട്? കുറച്ച് പേരുണ്ട്. അവിടെ ഇരുന്നിരിക്കുന്നൊന്ന് വായിക്കാം. എന്തായാലും യോഹന്നാൻ സുവിശേഷം 13-ാം അധ്യായമാണ്. മുതലുള്ള വാക്യങ്ങൾ. നോക്കൂ, ഈ വാക്യം ചോദിക്കുകയാണ്, ശരിക്കും നമ്മളൊന്ന് വായിച്ചിട്ടുണ്ടോ? മനസ്സിരുത്തി വായിച്ചിട്ടുണ്ടോ? എന്താണ് അവിടെ പറഞ്ഞത്? കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാൽ കഴുകിയെങ്കിൽ നിങ്ങളും തമ്മിൽ തമ്മിൽ കാൽ കഴുകേണ്ടതാകുന്നു. നിങ്ങൾ ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്കൊരു ദൃഷ്ടാന്തം കാണിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ വാക്ക് യേശുക്രിസ്തുവിൻ്റെ ഒരു കൽപ്പനയാണോ? ആണോ അല്ലയോ? ആണ്. പറയാൻ ഒരു ചെറിയ മടി അല്ലേ? ആണ്. പക്ഷെ നമ്മൾ ചെയ്യുമോ? ചെയ്യാറുണ്ടോ? മിക്കയിടത്തുമില്ല. ഞാനും ഈ പെന്തക്കോസ്ത് വീട്ടിൽ ജനിച്ചു വളർന്നതാണ്. പക്ഷേ ഇത് ഞാൻ കണ്ട ഒരു രംഗം, ഈ കാൽ കഴുകൽ ശുശ്രൂഷ ചെയ്യുന്ന സഭയിൽ നിന്നൊരാൾ, ഞാൻ അന്നുണ്ടായിരുന്ന സഭയിൽ അംഗത്വം എടുത്തു. അദ്ദേഹത്തെ ഒന്ന് തൃപ്തിപ്പെടുത്താൻ വേണ്ടി, നിലനിർത്താൻ വേണ്ടി സഭക്കാർ ഒരു പ്രാവശ്യം അത് ചെയ്തു. പിന്നെ ഞാനിതങ്ങ് പെന്തക്കോസ്ത് കണ്ടിട്ടില്ല. അതേസമയം പട്ടത്വ സഭകളിൽ ആണ്ടിലൊരിക്കൽ ബിഷപ്പ്, പട്ടക്കാരൻ്റെ ആണെങ്കിൽ കാലൊഴുവും, ആണ്ടിലൊരിക്കൽ. ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഈ വാക്യം കൂടെ വായിച്ചിട്ട് പറയൂ, അതിനുള്ള മനസ്സ് നമുക്കുണ്ടോ? എന്നോട് ദൈവം ഇടപെട്ട കുറേ സമയങ്ങൾ, വചനങ്ങൾ, ബോധ്യപ്പെടുത്ത കാര്യങ്ങൾ, അവിടെയാണ് ഞാനിത് തിരിച്ചറിഞ്ഞത്. മറ്റേത് ഞാൻ കണ്ടത് ഞാൻ കുഞ്ഞായിരിക്കുമ്പോഴാണ്. പിന്നെ ഞാനിത് കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞാനിത് ചെയ്യാറുണ്ട്. ഇങ്ങനെയുള്ള യോഗങ്ങൾ നടത്താറുണ്ട്. ഞങ്ങളുടെ മിഷൻസിൻ്റെ മീറ്റിങ്ങിൽ ഞങ്ങൾ ഏറെക്കുറെ എല്ലാ ആണ്ടിലും ഒരു ദിവസം പാദം കഴുകൽ ശുശ്രൂഷ നടത്താറുണ്ട്. നമ്മുടെ മനസ്സിന്, നമ്മുടെ അന്തസ്സിനെയും അഭിമാനത്തെയും പൊങ്ങച്ചത്വത്തെയും ഒന്ന് താഴ്ത്തി, അത് കാല് കഴുകുമ്പോഴും ഇഷ്ടപ്പെട്ടവരുടെയും തമ്മിൽ ബന്ധമുള്ളവരുടെയും കാല് കഴുകുന്നതല്ല, അല്ലാത്തവരുടെ, ഇഷ്ടമില്ലാത്തവരുടെയും വെറുക്കുന്നവരെയും ഒരുപക്ഷെ ശത്രുവെന്ന് ചിന്തിക്കുന്നവൻ്റെയും കാല് കഴുകാനുള്ള മനോഭാവം ദൈവത്തിൻ്റെ സഭയ്ക്ക് വേണം, ജനത്തിന് വേണം. എല്ലാ ഉയർച്ചകളെയും ഇടിച്ചു കളഞ്ഞ് യേശുവിൻ്റെ കൂടെ പോണോ? യേശുവിൻ്റെ സ്വഭാവം ഇല്ലാത്തൊരുത്തന് യേശുവിൻ്റെ കൂടെ പോകാൻ പറ്റില്ല. അതെനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ ഈ വചനത്തിൻ്റെ വെളിച്ചത്തിൽ, ഞാൻ ഉപദേശങ്ങളൊന്നും കൂട്ടിച്ചേർത്ത് പറയുകയല്ല, യേശു പറഞ്ഞ് തെളിച്ച് പറഞ്ഞ കാര്യം വായിച്ചിട്ട് പറയുകയാണ്. ഇതാണ് യേശു. എന്നിട്ട് കാര്യം കൂടെ പറഞ്ഞിട്ട്, മുമ്പ് പറഞ്ഞു, ഒന്നുകൂടെ പറയുന്നു. യേശുവിനെ കിടത്താൻ നമുക്കറിയാം. യേശുവിനെ കൊണ്ട് കിടത്തിയത് ഒരു
പുൽപ്പുഴത്തിലാണ്, കാലിത്തൊഴുത്തിലാണ്. ആ വാക്യം വായിച്ച് കേട്ടാൽ ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 6-ഉം 7-ഉം വാക്യം. ലൂക്കോസ് 2-ന്റെ 6-ഉം 7-ഉം. റൈറ്റ്, ഓക്കെ. എത്രയും വാക്ക് നോക്കൂ. വഴിയമ്പലത്തിൽ സ്ഥലമില്ലായകയാൽ. വഴിയമ്പലം എന്ന് പറഞ്ഞാൽ പണ്ടത്തെ കാലത്ത്, ഇന്നത്തെ കാലത്ത് ഹോട്ടൽ എന്ന് പറയുന്നതാണ് വഴിയമ്പലം. ഹോട്ടലിൽ കിടത്താൻ സ്ഥലമില്ലാതെ തോന്നുന്നു. കാരണം പെരുന്നാളാണ്, എല്ലാവരും വന്ന് നേരത്തെ സ്ഥലം കിട്ടി, അവർക്കെല്ലാം ഹോട്ടൽ റൂമെല്ലാം ബുക്ക്ഡായിപ്പോയി, അവരെല്ലാം വന്ന് താമസിച്ചു. ഇവർ വന്നപ്പോഴത്തേക്ക് സ്ഥലമില്ല താമസിക്കാൻ. അതും അവൾക്കുള്ള പ്രസവത്തിനുള്ള സമയമായി. പ്രസവത്തിനുള്ള സമയമായപ്പോൾ പ്രസവിക്കാൻ കുട്ടിയെ കിടത്താൻ ഇടം ഇല്ല, മുറിയില്ല, അവൈലബിൾ അല്ല. അങ്ങനെ ഗതികെട്ട് പശുത്തൊട്ടിയിൽ കിടത്തി എന്ന് വാക്യം കേട്ടാൽ തോന്നും. ഒന്നുകൂടെ പറയുന്നത്, വാക്യം കേട്ടാൽ തോന്നും വഴിയമ്പലത്തിൽ സ്ഥലമില്ലായകയാൽ പശുത്തൊട്ടിയിൽ കിടത്തി. അതാണോ സത്യം? ഒന്നുകൂടെ ആലോചിച്ച് നോക്കൂ. ഇങ്ങനെ ഒരു യാത്ര ആവശ്യമായി വന്നത് സെൻസസ് എടുക്കുന്നതിനുള്ള ബന്ധത്തിലല്ലേ വന്നത്? അല്ലേ? സർക്കാരിൻ്റെ ഉത്തരവുണ്ടായി, എല്ലാവരും അവനവൻ്റെ നാട്ടിൽ പോകണം, സെൻസസ് എടുക്കാൻ പോകുന്നെന്ന്. അങ്ങനെ സർക്കാരിനെ കൊണ്ട് ഈ തീരുമാനം എടുപ്പിച്ചത് ദൈവമാണ്. എന്തിന്? പ്രവചനപ്രകാരം ഇവൻ ബേത്ലഹേമിൽ ജനിക്കണം, അതിനു വേണ്ടി. അല്ലാതെ ആകസ്മികമല്ല. പ്രവചന നിവർത്തിക്ക് ഇവൻ ബേത്ലഹേമിലാണ് ജനിക്കേണ്ടത്. അവരുടെ താമസം ബേത്ലഹേമിലല്ല, ദൂരെ ഒരിടത്ത്. അവർ താമസിക്കുന്നത് നസറേത്ത് എന്നൊരു ഗ്രാമത്തിലാണ്, അങ്ങ് ദൂരെയാണത്. അവരിവിടെ വരാറില്ല. ഈ നസറത്തിലെ താമസക്കാരായ യോസഫും മറിയയും ബേത്ലഹേമിൽ വരാൻ കാരണം അവരുടെ സ്വന്തം നാടതാണ്, പണ്ടത്തെ ജന്മനാടതാണ്. അവിടെ വരാൻ ഈ ഒരു സെൻസസ് എടുക്കാൻ വരണമെന്ന് കൽപ്പന നിമിത്തം ഉണ്ടായതാണ്. ആ കൽപ്പന ദൈവത്തിൻ്റെ വചനത്തിൻ്റെ നിവൃത്തിക്ക് വേണ്ടി ഉണ്ടായ കൽപ്പനയാണ്. അല്ലാതെ ഇത് ആകസ്മികമായി സംഭവിച്ചത് അല്ല. ഒരു ദൂതൻ ചെന്ന് ബേത്ലഹേമിലെ ധനാഢ്യ കുടുംബത്തിൽ ചെന്ന് പറയുകയാണ്, മശിഹ ജനിക്കാൻ പോന്നു, നിന്റെ വീട്ടിൽ സ്ഥലം കൊടുക്കണമെന്ന് പറഞ്ഞാൽ ആരാണ് കൊടുക്കാത്തത്? അത് വലിയ പ്രസ്റ്റീജാവില്ലേ, അന്തസ്സാവില്ലേ? തലമുറയാരുടെ അവരുടെ അന്തസ്സാവില്ലേ? അവരുടെ വീട്ടിൽ ആണ് മശിഹ ജനിച്ചതെന്ന് പറഞ്ഞാൽ ആരാണ് സ്ഥലം കൊടുക്കാത്തത്? ആരും സ്ഥലം കൊടുക്കും. അതിന് ദൈവം തയ്യാറാവാതെ, അതിന് ദൂതനെ പറഞ്ഞു വിടാൻ തയ്യാറാവാതെ, നാടോടികളുടെ കുട്ടിയെ ഇട്ടതുപോലെ, ഭിക്ഷക്കാരൻ്റെ കുട്ടിയെ ജനിച്ചാൽ കിടത്താൻ ഇടമില്ലാത്തതുപോലെ, അഖിലാണ്ടം മുഴുവൻ ഉണ്ടാക്കിയ യജമാനന് കിടക്കാനൊരിടമുണ്ടാക്കി കൊടുത്തില്ല ദൈവം. ബോധപൂർവം ഒന്നുകൂടെ പറയുന്നു, ദേ കാലിത്തൊഴുത്തിൽ കിടക്കുന്നു. ഞാൻ മുമ്പ് പറഞ്ഞു, ഒന്നുകൂടെ പറയുന്നു, കൊട്ടാരത്തിലായിരുന്നെങ്കിലോ ആർക്കെങ്കിലും ചെന്ന് കാണാൻ അനുവാദം ഉണ്ടാവുമോ? ഇല്ല. ഏത് മനുഷ്യനും കാണത്തക്കവണ്ണം കാലിത്തൊഴുത്തിൽ കിടക്കുന്ന യജമാനനായ പരമസൃഷ്ടാവായ ദൈവത്തെ കാണൂ. ഇത്രയും താഴ്ച എടുക്കാൻ മനസ്സുള്ളവർ ഭൂമിയിലാരും. താഴ്ചയുടെ രംഗമുണ്ടായാൽ ദൈവത്തോട് വിരോധം തോന്നില്ലേ? ഇഷ്ടക്കേടുണ്ടാവില്ലേ? ഞാൻ നിന്നെ സേവിച്ചിട്ട് എന്തിനിങ്ങനെ എന്ന് ചോദിക്കുന്ന രംഗങ്ങളുണ്ടാവില്ലേ? ഞെരുക്കത്തിൻ്റെ പല ഘട്ടങ്ങളിലും മനുഷ്യൻ ദൈവത്തോട് കോപിച്ചിട്ടില്ലേ? പിണങ്ങിയിട്ടില്ലേ? ചിലർ പ്രാർത്ഥിക്കാതെ കിടന്നിട്ടില്ലേ? ചിലർ വിശ്വാസ ജീവിതം വിട്ടുപോയിട്ടില്ലേ? ആകെ മരവിച്ചു പോയിട്ടില്ലേ? ഒന്നുകൂടെ പറയുന്നു, ദൈവനെ നോക്കൂ,
വിശ്വാസത്തിൻ്റെ നായകനെ നോക്കൂ, നമ്മൾ പിൻപറ്റേണ്ടവനെ നോക്കൂ. ഇത്രയും വലിയ താഴ്ച ജനത്തിന് വേണ്ടി സഹിക്കാൻ തയ്യാറായ വാക്യം ഒന്നുകൂടെ പറയുന്നു, ഈ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്ന് പറയുമ്പോൾ നമ്മളും ദൈവവുമായിട്ട് ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം ഒന്ന് ആലോചിച്ച് നോക്കൂ. അല്ല, ഇച്ചിരി തെളിച്ച് പറഞ്ഞാൽ നമുക്ക് ഈ ക്രിസ്തുവിൻ്റെ കൂടെ പോകാൻ പറ്റുമോ? വലിയ ക്രിസ്തുവിൻ്റെ കൂടെ പോവാം, അത്ഭുതം ചെയ്യുന്ന ക്രിസ്തുവിൻ്റെ കൂടെ പോവാം, വലിയ വിടുതൽ തരുന്ന ക്രിസ്തുവിൻ്റെ കൂടെ പോവാം, ജയിച്ച ജയാളി എന്ന് പറയുന്ന ക്രിസ്തുവിൻ്റെ കൂടെ പോകാം. പക്ഷെ ഈ താഴ്ച ഭവിച്ചവൻ്റെ കൂടെ പോകാൻ, ഈ താഴ്ചയിൽ പോകാൻ മനസ്സുണ്ടോ? അതാണ് സത്യവിശ്വാസി. യജമാനായിരിക്കണമെന്ന ചിന്തയ്ക്കുള്ള ആർക്കും യേശുവിൻ്റെ കൂടെ പോകാൻ പറ്റില്ല. ഭൂമിയുടെ ശാസ്ത്രവും ദൈവത്തിൻ്റെ ശാസ്ത്രവും തമ്മിൽ കണ്ടില്ലേ, പൊരുത്തപ്പെടുന്നില്ല. നമ്മുടെ ശാസ്ത്രങ്ങളും തമ്മിൽ പൊരുത്തപ്പെടുന്നില്ല. നമ്മുടെ ഇന്നത്തെ ലോകം, പ്രത്യേകിച്ച് ക്രിസ്തീയ ലോകം, പെന്തിക്കോസ്തിൻ്റെ ലോകവും ഉയർച്ചയുടെയും കിടമത്സരങ്ങളുടെയും ഒരു ലോകമല്ലേ വാസ്തവത്തിൽ. വീടിനെ സംബന്ധിച്ചുള്ള പൊങ്ങച്ചം, വലിയ വീടുകൾ, മെച്ചമായ വീടുകൾ, കോടികൾ മുടക്കിയുള്ള വീടുകൾ, ഇതൊക്കെയല്ലേ നമ്മുടെ ശാസ്ത്രങ്ങൾ. അവിടെയാണ് മനുഷ്യൻ്റെ മൂല്യം എന്നല്ലേ ഇന്നത്തെ നമ്മുടെ ധാരണ. എല്ലാ വീട്ടിൽ നിന്ന് ഒരുത്തൻ പള്ളിയിൽ വന്നാൽ വെൽ അക്സെപ്റ്റഡ്, അംഗീകാരമുണ്ട്, മാനമുണ്ട്. കുടിലിൽ നിന്നൊരുത്തൻ, ഒരാത്മീയൻ പള്ളിയിൽ വന്നാൽ ഈ വലിയ വീട്ടിൽ നിന്ന് വന്നവൻ്റെ അംഗീകാരം ആ കുടിലിലെ ആത്മീയനുണ്ടോ? ജീസസ്. ഉന്നത വിദ്യാഭ്യാസമുള്ള ഒരുത്തൻ പള്ളിയിൽ വരുന്നതും, അങ്ങനെ വലിയ പഠിത്തമില്ല എന്നാൽ നല്ലൊരു പ്രാർത്ഥനക്കാരി, വലിയ ഭാഷയിൽ പ്രാർത്ഥിക്കാൻ അറിയില്ലെങ്കിലും ആത്മാവിൽ ജാഗരിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനക്കാരിക്കും ആർക്കായിരിക്കും പള്ളിയിൽ സ്ഥാനം, അംഗീകാരം, ബഹുമാനം? യേശു ആരെ അംഗീകരിക്കും? യേശുവിന് മുമ്പാകെ പണം കൊണ്ട് ആർക്കും യേശുവിനെ സ്വാധീനിക്കാൻ പറ്റില്ല. തങ്ങളുടെ വീടിൻ്റെ വലിപ്പം കൊണ്ട് ആർക്കും യേശുവിനെ സ്വാധീനിക്കാൻ പറ്റില്ല. യേശു രാജാവായി എഴുന്നള്ളിയപ്പോഴും കഴുതപ്പുറത്താണ് പോയത്. കുതിരപ്പുറത്ത് പോകേണ്ടവൻ രാജാവ് അങ്ങനെ പോകുള്ളൂ, കഴുതപ്പുറത്ത് രാജാവ് പോവില്ല. എന്നാൽ യെരുശലേമിലേക്ക് രാജാവായി എഴുന്നള്ളിയ നേരം ആ കഴുതയും വേറൊരുത്തൻ്റേത് വാങ്ങിച്ചതാണ്, വാടകയല്ല, വേറൊരുത്തൻ്റേത് വാങ്ങിച്ചതാണ്. അങ്ങനെ കഴുതയെ വേറൊരുത്തൻ്റെക്ക് വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ നിന്റെ കുതിരയെ തരണമെന്ന് പറഞ്ഞാൽ കൊടുക്കില്ലേ? ആരാ കൊടുക്കാത്ത? അവിടത്തേക്ക് വിളിച്ചൊരുക്കിയ വൻമാളിക അത്താഴത്തിന് വേണമെന്ന് പറഞ്ഞപ്പോൾ കൊടുക്കാൻ ആളുണ്ടായിരുന്നല്ലോ. തടഞ്ഞോ? ഇല്ലല്ലോ. ഒന്നുകൂടെ പറയുന്നു, മനുഷ്യൻ്റെ മനോഭാവമാണ് ഏറ്റവും പ്രധാനം. മാറേണ്ടത് മനോഭാവമാണ്. ഇതിനകമാണ് മാറേണ്ടത്. ചില പ്രവർത്തികൾ മാത്രം മാറ്റിയേ പറ്റില്ല. ഇതിനകം ഉടച്ചു വാർത്ത്, ഇതിനകം മൊത്തം ചോരന്നെടുത്ത്, ദൈവത്തിൻ്റെ ഹിതത്തിന് ചേരാത്ത മുഴുവനും ഇതിനകത്ത് നിന്ന് കീറിയെടുത്ത് എറിഞ്ഞു കളഞ്ഞു വെച്ച്, യേശുവെ അങ്ങയ്ക്ക് ചേരുന്നത് മാത്രം എൻ്റെ അകത്തിരിക്കണം, അതിന് ചേരുന്ന ചിന്തയും മനോഭാവവും മാത്രം എന്നിൽ വന്നാൽ മതി എന്ന് പറയാനുള്ള മനോഭാവം, അതാണ് സത്യവിശ്വാസത്തിൻ്റെ അടിസ്ഥാനം.
റബദന ഹതിനികേസി. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ എനിക്ക് വലിയവനാവണം, എനിക്ക് ഉയരണം എന്നതായിരിക്കരുത് ആത്മീയ ജീവിതത്തിൻ്റെ ലക്ഷ്യം. ഉയർത്തേണ്ട സമയത്ത് ദൈവം ഉയർത്തിക്കോളും എന്നല്ലാതെ അതിൻ്റെ പുറകെ പോകാനും അതിനുവേണ്ടി ആത്മീയം ഉപയോഗിക്കാനും ഒരു കാരണവശാലും അനുവദിക്കുന്ന പുസ്തകമല്ല ഈ പുസ്തകം. അതിനനുവദിക്കുന്ന നായകനല്ല യേശു. എളിയവരോടല്ലേ യേശു ചേർന്നത്? യേശുവിന് അന്നത്തെ സമൂഹത്തിലെ കൂടിയവർ അനുകൂലമായില്ലല്ലോ. മത നേതാക്കന്മാർ യേശുവിനെ അനുകൂലിച്ചോ? മഹാപുരോഹിതനെ യേശുവിനെ അനുകൂലിച്ചോ? ഇല്ലല്ലോ. അന്നത്തെ വിദ്യാഭ്യാസ സമ്പന്നരെന്ന് പറഞ്ഞ ശാസ്ത്രിമാർ യേശുവിനെ അനുകൂലിച്ചോ? ഇല്ലല്ലോ. ഒന്നുകൂടെ ഞാൻ ചോദിക്കുന്നു, നമുക്ക് പ്രധാനം ലോകത്തിൻ്റെ അംഗീകാരമോ അതോ യേശുവിൻ്റെ അംഗീകാരമോ? യേശു നോക്കുന്ന അകം നോക്കിയാണ്, പുറം നോക്കിയല്ല. ഇതിൻ്റെ മനോഭാവം നോക്കിയാണ്, ഇതിൻ്റെ ക്യാരക്ടർ ആളത്വം നോക്കിയാണ്, സ്വഭാവം നോക്കിയാണ് യേശു മനുഷ്യനെ വിലയിരുത്തുന്നത്. ഇന്ന് പകൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ എപ്പോഴും നമ്മെ വിലയിരുത്തിയാൽ ഇതിനകത്ത ഈ മനോഭാവത്തെ ഒന്ന് നോക്കിയിട്ട് മറുപടി പറയാമെങ്കിൽ പറ. ശരിക്കും എനിക്ക് യേശുവിനെ പിൻപറ്റാൻ പറ്റുമോ? ഇതുവരെ പറ്റിയിട്ടുണ്ടോ? മനോഭാവങ്ങൾ ശരിയല്ലെങ്കിൽ ഇതുവരെ പോയ പോക്ക് ശരിയല്ല. കൂടെ പോകണമെങ്കിൽ എല്ലാം അവിടുത്തെ കൂടെ പോകണം. ബോധപൂർവ്വം യേശു ഇത് അങ്ങനെ സംഭവിച്ചു പോയതല്ല, തന്നെത്താൻ ഇങ്ങനെ തിരഞ്ഞെടുത്തതാണ്. അതുകൊണ്ട് എല്ലാം അങ്ങ് കളഞ്ഞ് താഴണമെന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. എല്ലാം ഉപേക്ഷിച്ച് കളയണമെന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ദൈവം തരുന്നത് കൈക്കൊള്ളൂ, പക്ഷേ മനോഭാവം ശരിയായിരിക്കണം. പൈസ ഉള്ളപ്പോഴും പൈസ ഇല്ലാത്തവനെ പുച്ഛിക്കരുത്. പൈസ നമുക്കായി മാത്രം ഉപയോഗിക്കരുത്, അത് ആവശ്യക്കാരനും കൂടി ഉപയോഗിക്കണം. യാക്കോബിൻ്റെ ഭാഷയിൽ സഹോദരൻ ഒരുത്തന് ആഹാരത്തിന് വഴിയില്ലാതെ കാണുമ്പോൾ നേരത്തെ പോയി കിടന്ന് ഉറങ്ങിക്കോ, ഇന്ന് വീട്ടിൽ ആഹാരം ഇല്ലയോ, താമസിക്കണ്ട, നേരത്തെ ഉറങ്ങിക്കോ എന്ന് പറയുന്നതിന് പകരം അവന് ദേഹരക്ഷയ്ക്ക് വേണ്ടത് കൊടുക്കുന്ന ആത്മീയൻ, പണമുള്ളവൻ. പണത്തിൻ്റെ വെളിച്ചത്തിൽ യേശു ഒരാളെയും ബഹുമാനിക്കില്ല. പള്ളികളിൽ നമുക്ക് പണക്കാരെ ബഹുമാനമാവും. പണക്കാരനെ ദൈവം ബഹുമാനിക്കണോ? തൻ്റെ പണം ദൈവത്തിനും ദൈവരാജ്യത്തിനും വിനിയോഗിച്ചാൽ ആ പണക്കാരനോട് ദൈവത്തിന് താല്പര്യം കാണും. അത് പണക്കാരനോട് മാത്രമല്ല, ഒരു വിധവ, സമ്പാദ്യമൊന്നുമില്ലാത്തവൾ, അവളുടെ അന്നത്തെ ഉപജീവനം മൊത്തം സ്തോത്രകാഴ്ച ഇട്ടപ്പോൾ ഇവളാണ് ഏറ്റവും വലിയ സ്തോത്രകാഴ്ച ഇട്ടവൾ എന്ന് കൽപ്പിച്ചതാണ് നമ്മുടെ കർത്താവായ യേശു. അത് പണത്തിൻ്റെ വലിപ്പമല്ല, അവനവൻ്റെ കഴിവിൻ്റെ വെളിച്ചത്തിൽ ഉള്ള സമർപ്പണവും ത്യാഗവും അംഗീകരിച്ച യേശു സഭാമണ്ഡലം മുഴുവനും ദൈവത്തിൻ്റെ മനോഭാവത്തിലേക്ക് വന്നൊരു സ്ഥിതി വന്നാൽ അതാണ് സത്യസഭ, അതാണ് യേശുവിൻ്റെ സഭ, അതാണ് യേശുവിൻ്റെ കൂടെ പോകാനുള്ള ഒരു മാർഗം. ഇന്നത്തെ ലോകം, ഒന്നുകൂടെ ഞാൻ പറയുന്നു, ഇന്നത്തെ പുതിയ ലോകം ആത്മീയ ലോകത്തെ നേട്ടത്തിനായി ഉപയോഗിക്കുന്നു. ആളുകളോടുള്ള സുവിശേഷ പ്രസംഗം തന്നെ സമ്പന്നരായിത്തീരാനുള്ള സുവിശേഷ പ്രസംഗം, ഉയർച്ച പ്രാപിക്കാനുള്ള സുവിശേഷ പ്രസംഗം, ഭൂമിയിലെ നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന സുവിശേഷ പ്രസംഗം, അതാണ് കഴിഞ്ഞ ഏതാണ്ട് ഒരു 10-35 വർഷമായി ലോകത്തിൽ നടന്നു വരുന്നത്. ആളുകൾ കൂടുന്നതെല്ലാം ഇങ്ങനെയുള്ള കൂട്ടങ്ങൾക്കാണ്. അല്ലാതെ ത്യാഗത്തിന്, യേശുവേ എന്നെ രൂപാന്തരപ്പെടുത്തണമേ, ഞാനും ദേ ക്രൂശിൻ്റെ കൂടെ വരുന്നു എന്ന് പറയാനുള്ള സംഘത്തിലല്ല ആളുകളുടെ പോക്ക്. ഒന്നുകൂടെ എന്നെടുത്ത് പറയുന്നു, ഉയർച്ച വരുമെന്നും പണമുണ്ടാകുമെന്നും പേരുണ്ടാകുമെന്നും പ്രസിദ്ധി ഉണ്ടാകുമെന്നും വരൂ ഇതെല്ലാം കിട്ടുമെന്ന് പറയുന്നിടത്ത് ആൾ ഓടിക്കൂടുമെങ്കിലും ത്യാഗത്തിൻ്റെ മാർഗത്തിന് അല്ല, ഇതിനകത്തും ആളുണ്ടോ? ഇത് പറയാത്തിടത്തും ത്യജിക്കാൻ ആളുണ്ടോ? ഞാൻ ഇന്ന് രാവിലെ എൻ്റെ വാക്ക് നിർത്തുന്നു. അപ്പം ശരിക്കും നമ്മൾ ദൈവത്തിനോട്, യേശുവിനോടാണോ പോക്കെന്ന് ആലോചിച്ച് നോക്കി. ചേരുമോ നമ്മൾ തമ്മിൽ? യേശുവും നമ്മളുമായിട്ട് ചേരുമോ?
ഞാൻ പറഞ്ഞാൽ ഇച്ചിരി ആഴത്തിൽ കുഴിക്കുകയാണ്. ചെറുതായിട്ടൊന്ന് മാന്തിയും വെച്ച് കെട്ടറ മണി എന്ന സംവിധാനം നിർത്തിയും വെച്ച് നല്ലപോലെ കുഴിച്ച് ജീവിതത്തെ അവിടെ നിന്ന് പണിഞ്ഞ്, യേശു എനിക്ക് അങ്ങയുടെ കൂടെ വരണം, എനിക്ക് അങ്ങയും വേണം, അങ്ങയുടെ സ്വഭാവം എനിക്ക് വേണം, അങ്ങയ്ക്ക് എന്നെ ഇഷ്ടപ്പെടണം, അങ്ങയ്ക്ക് ഇഷ്ടപ്പെടുന്നത് മാത്രമേ എനിക്ക് മതി, അല്ലാതൊന്നും എനിക്ക് വേണ്ട എന്ന് പറയാൻ ദൈവം ഒരു കൂട്ടത്തെ നോക്കുന്നു. അങ്ങനൊരു സംഘം സമൂഹത്തെ രൂപാന്തരപ്പെടുത്തും. അതിനകത്ത് വലിയ ശക്തി ഉണ്ടാവും, വലിയ ദൈവ നിറവുണ്ടാവും. നമ്മുടെ പ്രാർത്ഥന കൊണ്ടും ഉപവാസം കൊണ്ടും എല്ലാം സംഭവിക്കേണ്ടത് നമ്മെ ക്രിസ്തുവിനെ പോലെ ആക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. വരുന്നതിലെ അടിസ്ഥാന ഉദ്ദേശം അതായിരിക്കണം, എനിക്ക് യേശുവിനെ പോലെ ആവണം. നിങ്ങളുടെ രോഗത്തിന് പരിഹാരം ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നതിനകത്ത് ഒരു തെറ്റുമില്ല. അത് നമുക്ക് വേണം, നമ്മുടെ പള്ളിയിൽ സംഭവിക്കണം. പക്ഷെ അതുകൊണ്ട് തീരാനല്ല. ഉയർച്ചകൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയ്ക്കല്ല, അതും പ്രാർത്ഥിച്ചോളൂ, വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങളുടെ മക്കൾക്ക് നല്ല ഭാവി ഉണ്ടാകണം, അതിന് പ്രാർത്ഥിക്കണ്ടെന്ന് പറയാനോ? നിശ്ചയമായിട്ടും പ്രാർത്ഥിക്കാം. എന്നാൽ ഏറ്റവും അടിസ്ഥാനപരമായി സംഭവിക്കേണ്ടത്, എന്നിൽ രൂപാന്തരമുണ്ടായി, എനിക്ക് ദൈവപുത്രനായ യേശുവിനെ പോലെ, മനുഷ്യനായി തീർന്ന യേശുവിനെ പോലായി എനിക്ക് അങ്ങയുടെ കൂടെ പോകണം എന്ന നിർബന്ധമുള്ള ഒരു സംഘം, അവരെയാണ് സ്വർഗത്തിൽ കൊണ്ടുപോകാൻ വരുന്നത്. എല്ലാ പ്രായക്കാരോടും ഇന്ന് ഈ വചനത്താൽ കർത്താവിന് പറയാനുള്ള അതാണ്, യേശുവേ എന്നെ മാറ്റണമേ, എന്നെ മാറ്റണമേ. ചേഞ്ച് മീ ഗോഡ്, ചേഞ്ച് മീ, ചേഞ്ച് മീ. പൗലോസ് പറഞ്ഞ പോലെ ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിന് വിപരീതമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞിട്ട്, ബോധപൂർവമായി ഇടിച്ചു കളഞ്ഞിട്ട്, ഒന്ന് തലവണക്കോ. ഈ വാക്കുകൾ നിങ്ങളുടെ ആത്മാവിനോട് സംസാരിച്ചതായി ബോധമുണ്ടെങ്കിൽ ഹൃദയവും വണക്കി, ആളത്വവും വണക്കി, ഒന്ന് ഹൃദയം തുറന്ന് ദൈവത്തോട് പറയൂ, സോറി കർത്താവേ, എന്നിലുള്ള ഭാവങ്ങളെ ഇടിച്ചു മാറ്റി ക്രിസ്തുവേശുള്ള ഭാവം എന്നിലൊന്ന് തരണേ. അതിന് എൻ്റെ അന്തരംഗത്തിലൊരു ശസ്ത്രക്രിയ ഇന്ന് നടത്തി തരണേ. ദൈവമേ, ഞാൻ രൂപാന്തരപ്പെട്ട് ആ പൂർണ്ണ വളർച്ചയിലെത്താൻ ഒരു കൃപ എനിക്ക് തരണേ, എനിക്കെൻ്റെ ആഗ്രഹം തരണേ. ജീസസ്, ജീസസ്, ജീസസ്. തുറക്കുമോ ഹൃദയം ഒന്ന്? കമൺ, വായി തുറന്ന് അല്പസമയം പ്രാർത്ഥിച്ചാട്ട് ഏറ്റുപറച്ചിലൂടെ. നമ്മൾ ക്രിസ്തുവുമായി രണ്ട് വഴിക്ക് സഞ്ചരിക്കാതെ ഒന്നിച്ച് സഞ്ചരിക്കുവാൻ ഇന്ന് നമ്മളെ അവിടുത്തെ വചനം വിളിക്കുകയാണ്. ഇതാണ് അവിടുത്തെ മാർഗം.
അമ്മ ഉടയ്ക്കാനെന്ന് അനുവദിച്ചു കൊടുക്കുമോ? ഇടിച്ചു കളയാൻ നമുക്ക് പാടുള്ള ചില ഭാഗങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെ ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവിനോടും ദൈവത്തിൻ്റെ വചനത്തോടും ഒന്ന് ആവശ്യപ്പെടുമോ? ഇടിക്കാൻ എനിക്കൊരു കൃപ തരണേ. അങ്ങയുടെ പ്രവേശനത്തെ തടയുന്ന ആ കോട്ടകൾ എൻ്റെ ജീവിതത്തിൽ ഇടിഞ്ഞിട്ട്, ആ മനോഭാവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഇടിഞ്ഞിട്ട്, ആ പ്രകൃതങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഇടിഞ്ഞിട്ട് എന്നെ ഒന്ന് മാറ്റണേ എന്ന് പറയുവാൻ. Come Holy Spirit. Come Holy Spirit. Come Holy Spirit. Come Holy Spirit. വചനം കേട്ടിട്ട് വെറുതെ പോവല്ലേ. സമർപ്പിക്കുവാൻ ആത്മാവിൻ്റെ നിയോഗമുള്ളവർ സമർപ്പിച്ചിട്ട് പോകൂ. ഒരു പരിവർത്തനം പ്രാപിച്ചിട്ട് പോകൂ. യേശുവേ, യേശുവേ.